أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما. السلام عليكم ورحمة الله وبركاته. അഖവാത്ത് എല്ലാ ഉഖ്തിമാരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാവരും നല്ല റാഹത്തായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓരോരുത്തരെയും സ്വീകരിക്കട്ടെ. ഈ ഒരു മജ്‌ലിസ് ഏറ്റവും നല്ലൊരു അമലാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. ആമീൻ. അപ്പം അൽഹംദുലില്ലാഹ് നമ്മൾ നൂറുൽ ഹയാത്തിന്റെ നമ്മൾ അഖവാത്തുകൾ നൂറുൽ ഖുർആൻ അക്കാദമി ഒരുക്കിയ നൂറുൽ ഹയാത്ത് എന്ന അഖവാത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബർനാമജ്, ഒരു പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. എങ്ങനെയുണ്ട് എല്ലാവർക്കും പ്രോഗ്രാം? നല്ല റാഹത്തായിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ അൽഹംദുലില്ലാഹ് പ്രോഗ്രാമിലെ ഒരു സെഷൻ ആയിട്ടുള്ള തസ്കിയത്തിന്റെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 2 ക്ലാസ്സസ് നമ്മൾ കവർ ചെയ്തു. അൽഹംദുലില്ലാഹ്. അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? നിങ്ങൾക്ക് കേട്ടിട്ട് നല്ല റാഹത്തുണ്ടോ? നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ അറിയിക്കണം ഇൻഷാ അള്ളാ. എന്തെങ്കിലുമൊക്കെ ന്യൂനതകളോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങളെ കൃത്യമായി അക്കാദമിയെ ബോധ്യപ്പെടുത്തണം കാര്യങ്ങൾ ഇൻഷാ അള്ളാ. അതുപോലെ നമ്മൾ ഒരുക്കുന്ന ഓരോ പ്രോഗ്രാമും വളരെ കൃത്യമായി തന്നെ നിങ്ങൾ അതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി എല്ലാ അഖ്വാത്തുകളും പരമാവധി പരിശ്രമിക്കണം. കാരണം ഈ ഒരു റമദാൻ പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെ, ഒരു റമദാൻ സമ്മാനം എന്നോണമാണ് നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ വെച്ച് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്ന് പരമാവധി നിങ്ങൾക്ക് എന്തെല്ലാം ഖൈറുകൾ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമോ അതൊക്കെ നിങ്ങൾ എടുക്കാൻ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. ഏറ്റവും ഖൈറായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും നല്ല അമലു സ്വാലിഹാത്തുകൾ ചെയ്യാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മജ്‌ലിസിൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ റമദാന്റെ മറ്റൊരു പ്രോഗ്രാമാണ് ജായിസത്തുൽ ഖുർആൻ, അല്ലെങ്കിൽ ഖുർആന്റെ ഒരു സമ്മാനം. ഖുർആൻ സമ്മാനം എന്ന നിലയിൽ നിങ്ങൾക്ക് നമ്മൾ തരുന്ന ഒരു കംപ്ലീറ്റ് ഖുർആൻ ഗിഫ്റ്റാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഒരു ഗിഫ്റ്റ് പാക്കേജ് ആണ് നമ്മൾ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പൊ ആ ഒരു പാക്കേജ് എന്താണെന്നും അത് എങ്ങനെ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റുമെന്നും ഏത് തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നും ഒക്കെയാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിലും മുഷാവറയിലും നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ശ്രദ്ധയോടെ കേൾക്കണം. ഇൻഷാ അള്ളാ നിങ്ങൾക്കുള്ള സംശയങ്ങൾ വളരെ വ്യക്തമായി ഈ ലൈവായി തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെഷന്റെ അവസാനം ചോദിച്ച് മനസ്സിലാക്കാം. ഇൻഷാ അള്ളാ. അള്ളാഹു നമുക്ക് എളുപ്പാക്കി തരട്ടെ. ആമീൻ. അപ്പൊ ഇൻഷാ അള്ളാ നൂറുൽ ഹയാത്ത് ബർനാമജ് റമദാൻ നിസായില് ഏകദേശം 3 സെഷൻസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പോസ്റ്റുകളിലും മറ്റതിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ജായിസത്തുൽ ഖുർആൻ ഉണ്ട്, തസ്കിയത്തു റമദാൻ ഉണ്ട്, ദുആഇ ഫി റമദാൻ. ഇങ്ങനെ 3 വ്യത്യസ്ത സെഷനുകളാണ് നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് മുന്നിലേക്ക് വരുന്ന ഓരോ റമദാനും നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കണമല്ലോ അഖ്തിമാരെ. നമുക്കറിയില്ല ഈ ഒരു റമദാൻ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുമോ നമുക്കറിയത്തില്ല. അടുത്തൊരു റമദാനിലേക്ക് നമ്മളാ കാര്യങ്ങൾ നീട്ടി വെക്കപ്പെടുമോ എന്ന് നമുക്കറിയില്ല. അപ്പൊ ഓരോ റമദാനും ഒരു സത്യവിശ്വാസിയുടെ മുന്നിൽ ഒരു വലിയൊരു എന്താ പറയാ വലിയൊരു അവസരമാണ്. അപ്പൊ ആ ഒരു അവസരത്തെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നമുക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കണം. നമുക്ക് ഓരോ നിമിഷവും ഓരോ ദിവസവും നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാനും ഏറ്റവും നല്ല രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തി എടുക്കാനും പറ്റണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റമദാൻ അനുബന്ധിച്ച് തന്നെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻഷാ അള്ളാ. അപ്പൊ അതില് തസ്കിയത്തു റമദാൻ അൽഹംദുലില്ലാഹ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ അത് തുടങ്ങി. ഏകദേശം മുദക്കിറ ഫി അഹ്കാമി സിയാം, അതുപോലെ ഖവാഇദു ഫി തസ്കിയത്തിൻ നഫ്സ്, അങ്ങനെ 2 കിതാബുകളാണ് നമ്മൾ തസ്കിയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇനി ജായിസത്തുൽ ഖുർആനും ഉണ്ട്, ദുആഇ ഫി റമദാൻ. ഇത് രണ്ടും എന്താണെന്ന് കൃത്യമായിട്ട് അറിയിക്കാം. അപ്പൊ തസ്കിയത്തു റമദാൻ നന്നായി ഉപയോഗപ്പെടുത്തണം. അതിന്റെ റെക്കോർഡിങ്സ് നമ്മൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളെ നൂറുൽ ഹയാത്തിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലും അല്ലാത്ത അക്കാദമി അപ്ഡേറ്റ്സ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈവായിട്ട് കയറാൻ പറ്റാത്ത അഖവാത്തുകൾ റെക്കോർഡിംഗ് കേട്ടിട്ടുണ്ടെങ്കിലും അതിന് ഫായിദ എടുക്കണം. കാരണം നമ്മൾ പണ്ടെപ്പോഴോ ഇല്ലേ, ഇന്നത്തെ മുദക്കിറിന്റെ ക്ലാസ് നിങ്ങൾ എല്ലാവരും കയറിയിരുന്നോ? അൽഹംദുലില്ലാഹ് എല്ലാവരും കേറിയെന്ന് വിചാരിക്കുന്നു. കേറാത്തവരുണ്ടെങ്കിൽ റെക്കോർഡിങ്സ് കാണണം. നമ്മൾ പണ്ടെപ്പോഴോ മദ്രസകളിലൊക്കെ പഠിച്ചു പോയ ചില കാര്യങ്ങളല്ലേ. ഒരു മദ്രസ ക്ലാസ്സിലൊക്കെ പോയൊരു അനുഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അൽഹംദുലില്ലാഹ് കേറിയിരുന്നു. മാഷാ അല്ലാഹ്. അല്ലാഹു മുബാരിക്. അപ്പം ആ ഒരു അനുഭവമില്ലേ, നമ്മളെപ്പോഴും മദ്രസകളിൽ പഠിച്ച് തീർക്കേണ്ട ഒന്നല്ല ഇൽമ് എന്നുള്ളത്, അല്ലെങ്കിൽ ദീൻ എന്നുള്ളത്. എപ്പോഴും നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് നോമ്പ്, നമസ്കാരം, ഖുർആൻ പാരായണം പോലെ നമ്മളെപ്പോഴും നമ്മളെ ജീവിതത്തിൽ ഫർളാക്കപ്പെട്ട കുറെ അങ്ങനത്തെ ഇബാദത്തുകളെ കുറിച്ചുള്ള ഹുക്മുകളും അതിന്റെ ഫിഖ്ഹിയായ വശങ്ങളും ഒക്കെ നമ്മൾ വളരെ കൃത്യമായി പഠിച്ചിരിക്കണം. കൃത്യമായി തന്നെ അതിനെ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലെ, ദുനിയാവിന്റെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്താറുണ്ട് അല്ലേ? എന്തെല്ലാം
പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ടല്ലേ. ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഈ നോളഡ്ജ് എടുക്കാൻ വേണ്ടി മാത്രം നമ്മളൊരു ഒരു അലസതയും മറ്റു കാര്യങ്ങളും കാണിക്കുക. ഒരു വില കുറച്ച് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അള്ളാന്റെ ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരണം. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നതെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. നമുക്കറിയാത്ത പല കാര്യങ്ങളും അതിനകത്തുണ്ട്. ഇല്ലേ? അപ്പൊ അള്ളാഹു നമുക്ക് ഏറ്റവും നന്നായി പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. തസ്കിയത്ത് റമദാൻ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് മാഷാഅള്ളാ നിങ്ങളെ പഠിപ്പിക്കുന്ന മുഅല്ലിമമാര് അതിനെ പ്രിപ്പയർ ചെയ്യുന്നതും നിങ്ങൾക്കത് പറഞ്ഞുതരാൻ വേണ്ടി അവിടെ ഒഴിഞ്ഞിരിക്കുന്ന ഒരുപാട് തിരക്കുകളുള്ള അഖ്വാത്തുകളാണ് അവരൊക്കെ. അവരൊക്കെ വേറെയും ഓഫ്‌ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ പഠിപ്പിക്കുന്ന അഖ്വാത്തുകളാണ്. അപ്പൊ അവര് നിങ്ങൾക്കിത് പറഞ്ഞുതരാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കണം ഇൻഷാ അള്ളാ. അപ്പം തസ്കിയത്ത് റമദാൻ എന്നുള്ള സെഷൻ ഇൻഷാ അള്ളാ ഇനിയിപ്പോ ആഹ് നാളെ ഇല്ല. വെള്ളിയാഴ്ച ആയിരിക്കും അടുത്ത തസ്കിയന്റെ ക്ലാസ് വരുന്നത്. അത് അശ്റു ഖവായിദ് എന്ന് പറയുന്ന കിതാബായിരിക്കും വെള്ളിയാഴ്ച എടുക്കുന്നത്. അതിന്റെ ടൈം ടേബിൾ നിങ്ങൾ മറന്നു പോവരുത്. തിങ്കൾ, ബുധൻ ദിവസങ്ങളിലാണ് നമ്മളുടെ മുദക്കിറിന്റെ ക്ലാസ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് നമ്മളെ അശ്റു ഖവായിദിന്റെ ക്ലാസ്. അപ്പൊ ആ 2 ദിവസങ്ങളും കൃത്യമായിട്ട് ഏകദേശം പറഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വെള്ളി ഈ 4 ദിവസങ്ങളും നിങ്ങള് ഇതിനു വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതല്ലെങ്കിൽ റെക്കോർഡിങ്സ് കാണണം ഇൻഷാ അള്ളാ. അപ്പൊ നാളത്തെ ക്ലാസ് ഉണ്ടാകൂട്ടോ. നാളെയല്ല മറ്റന്നാള് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30ക്ക് അശ്റു ഖവായിദിന്റെ അടുത്ത രണ്ടാമത്തെ പാർട്ട് ഉണ്ടാകും ഇൻഷാ അള്ളാ. ഏകദേശം റമദാൻ ഒരു 20-നുള്ളിലായിട്ട് 20ഓടുകൂടി നമ്മളുടെ ഈ 2 കിതാബുകളും നമ്മൾ ഏകദേശം വായിച്ച് പൂർത്തീകരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ ബിഇദ്നില്ലാ. അപ്പൊ അടുത്തത് ജായിസത്തുൽ ഖുർആൻ. എന്താണ് കംപ്ലീറ്റ് ഖുർആൻ ഗിഫ്റ്റ് പാക്കേജ്, ഫ്രീ ഗിഫ്റ്റ് പാക്കേജ്. നിങ്ങൾ ഓരോ സിസ്റ്റേഴ്സും ഈ ഒരു മജ്‌ലിസിൽ ഇരിക്കുന്നതും നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ എല്ലാ അഖവാത്തുകളുടെ കയ്യിലേക്ക്, നിങ്ങളുടെ കൈകളിലേക്ക് നമ്മൾ ഒരു ഖുർആന്റെ ഗിഫ്റ്റ് ഹാമ്പർ വെച്ചതാണ്. നിങ്ങൾ ആലോചിക്കുക, ഖുർആന്റെ ഇൽമുകൾ അടങ്ങുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ, ഒരു ഗിഫ്റ്റ് പാക്കേജ് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചതാണ്. ഞാൻ കയ്യിലേക്ക് വെച്ചതാന്ന് പറയാനുള്ള കാരണം അത്രയും എളുപ്പത്തില്, അത്രയും നല്ല എന്താ പറയാ കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപയോഗപ്പെടുത്താൻ തരത്തിലാണ് ജായിസത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ ഒരു ഗിഫ്റ്റ് പാക്കേജ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പാക്കേജ് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. അത്രയും നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. നമ്മളിപ്പോ ഒരുപാട് പ്രയാസകരമായിട്ടുള്ള ഒരു സെഷൻസും ഇതിനകത്ത് നമ്മൾ വെച്ചിട്ടില്ല. അപ്പം ജായിസത്തുൽ ഖുർആനകത്ത് തന്നെ 3 ഗിഫ്റ്റുകൾ ഉണ്ട്. അതൊരു ഗിഫ്റ്റ് പാക്കേജ് എന്ന് പറയാൻ കാരണം പരിശുദ്ധ ഖുർആന്റെ പാരായണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാരായണവുമായി ബന്ധപ്പെട്ട 3 വ്യത്യസ്ത തലങ്ങളെ നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഈ ജായിസത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞ ഗിഫ്റ്റ് നമ്മൾ സ്ട്രക്ചർ അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഗിഫ്റ്റ് ഖത്മുൽ ഖുർആൻ ആണ്, രണ്ടാമത്തെ തസ്ഹീഹു തിലാവ, മൂന്നാമത്തേത് മുഖ്തസറു തജ്വീദുൽ മുതഖദ്ദിം. ഈ 3 സെഷൻസ് ആണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും എന്താണെന്നും അത് എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് കൃത്യമായിട്ട് ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുതരാം ഇൻഷാ അല്ലാ. അപ്പൊ ആദ്യം തന്നെ ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ ഒരു ഗിഫ്റ്റിൽ ഏറ്റവും ഹൈലൈറ്റ് നിൽക്കുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഖത്മുൽ ഖുർആൻ. കാരണം നമുക്ക് ഏവർക്കും അറിയാം, എല്ലാ മനുഷ്യരും ഖുർആന്റെ ഖത്മുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് റമദാൻ ആയിരിക്കും. പൊതുവെ നമ്മളെല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന റമദാൻ ആകുമ്പോൾ തീർച്ചയായും അത് റമദാൻ മാസം കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആന്റെ ഖത്മ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ഒരു സുന്നത്താണ് ഖുർആൻ മുഴുവൻ. പ്രത്യേകിച്ച് ഹിഫ്ളുള്ള ആൾക്കാർ ആ സമയത്ത് ദൗറ ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ അല്ലാത്ത ആളുകൾ അത് മുഴുവനായി പാരായണം ചെയ്യുന്നതാവട്ടെ തീർച്ചയായും നല്ല സ്വീകാര്യമായിട്ടൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഖത്മുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ റമദാൻ ആയിരിക്കും കടന്നു വരിക. എത്ര ഓതാത്ത ആൾക്കാരും റമദാൻ ആകുമ്പോൾ ഒഴിഞ്ഞിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലേ. അങ്ങനെ ആവരുത്. എപ്പോഴും നമ്മൾ ഖുർആന്റെ പാരായണം പതിവാക്കണം. റമദാനിൽ കുറച്ചധികമായി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഖത്മുൽ ഖുർആൻ എന്ന വിഷയത്തിലേക്ക് നമുക്ക് വരുമ്പോൾ പലർക്കും പല ആഗ്രഹങ്ങളാണ്. ചില ആൾക്കാര് റമദാനിൽ കഷ്ടപ്പെട്ടിരുന്ന് ഒരു ഖത്മൊക്കെ തീർക്കാറുണ്ട്. ചില ആൾക്കാര് മാഷാ അല്ലാഹ് 1, 2, 3 ഖത്മൊക്കെ ചെയ്യുന്ന അഖവാത്തുകളും ഉണ്ട് മാഷാ അല്ലാഹ്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഓതി വളരെ നിസ്സാരമായി വളരെ പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് 3, 4 ഖത്മൊക്കെ ചെയ്യുന്ന അഖവാത്തുകളുണ്ട് മാഷാ അല്ലാഹ്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമുക്ക് ഇനി ഈ ഒരു റമദാനില് കഴിഞ്ഞ റമദാനേക്കാളും നന്നായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയട്ടെ. അതിനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ. അപ്പൊ ഖത്മുൽ ഖുർആൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അഖവാത്തുകൾക്ക് ഒരു സഹായം എന്നോണമാണ്. നിങ്ങൾക്കൊന്ന് കറക്റ്റ് ഇല്ല പലർക്കും ഖത്മുൽ ഖുർആൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്നത്, നമ്മൾ അതിനുവേണ്ടി സ്ട്രക്ചർ നമ്മളെ ഷെഡ്യൂൾ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സിസ്റ്റേഴ്സും ഉണ്ട് ല്ലേ. എനിക്ക് തോന്നുന്നു കൂടുതൽ സിസ്റ്റേഴ്സിനും ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ റമദാൻ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പ്ലാനിംഗ് ഒക്കെ തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട്. അല്ലെ ശരിക്കും നമ്മൾ വിചാരിച്ച പോലെ, കാരണം റമദാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ നമുക്ക് മടിയും ചിലപ്പോൾ ഉറക്കം ഒക്കെ വരാം. ചിലപ്പം ചില ആളുകൾക്ക് കൂടുതൽ അലസത വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ
ചിലപ്പോൾ ഖത്മുൽ ഖുർആൻ നന്നായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. പ്രധാനമായും അങ്ങനെയുള്ള അഖവാത്തുകൾക്കാണ് ഖത്മുൽ ഖുർആന്റെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നത്. എന്താണ് ഖത്മുൽ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഖത്മുൽ ഖുർആനിനകത്ത് തന്നെ നമുക്ക് 3 ലെവൽസ് ഉണ്ട്. 3 മർത്തബകൾ, 3 മുസ്തബകൾ ഉണ്ട്. അതായത് റമദാനിൽ ഒരു തവണ ഖത്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള സെഷൻ ഉണ്ട്. 2 തവണ ഖത്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള സെഷൻ ഉണ്ട്. 3 തവണ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അഖവാത്തുകൾക്കുള്ള സെഷൻ ഉണ്ട്. അങ്ങനെ 3 മർത്തബകളായി നമ്മൾ തിരിച്ചിട്ടുണ്ട്. 3 കൂടുതൽ നമ്മൾ ചെയ്തിട്ടില്ല. കാരണം അത് പ്രയാസായിരിക്കും. പക്ഷെ 3 കൂടുതൽ ചെയ്യുന്ന അഖവാത്തുകൾ ഉണ്ടെങ്കിൽ മാഷാ അല്ലാഹ് അവർക്കത് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ 3 സെഷൻസ് മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ വാഹിദ അല്ലെങ്കിൽ മറത്തൈൻ സലാസ മറാത്ത് 3 തവണ വരെ നമുക്ക് ഖുർആൻ ഖത്മ ചെയ്യാനുള്ള 3 ലെവൽസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെവൽസിലേക്കും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എൻറോൾ ചെയ്യുന്ന സിസ്റ്റേഴ്സിന് ആ പറയപ്പെട്ട സമയത്തിനുള്ളിൽ ഖുർആൻ 1 അല്ലെങ്കിൽ 2 ഏത് ലെവലാണോ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ലെവൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഹലഖ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരും. ഇൻഷാ അല്ലാഹ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറ വാഹിദ ഒരു തവണ ഖത്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അഖവാത്തുകൾക്ക് മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് റമദാന്റെ 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഖത്മ ചെയ്യാനുള്ള അവസരമുണ്ട്. 30 ദിവസം. കാരണം ചില അഖവാത്തുകൾക്ക് റമദാനില് ചിലപ്പോ ഓതാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള ദിവസങ്ങൾ വരുന്ന പ്രശ്നങ്ങൾ അങ്ങനെ മുന്നിൽ കാണുന്ന സിസ്റ്റേഴ്സ് ഉണ്ടാവും. ചില ദിവസങ്ങളിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ കാരണം ഓതാൻ പറ്റാതെ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നമുക്ക് ഓതാൻ കഴിയാതെ വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ 20 ഡേയ്സ് ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഖുർആൻ ഖത്മ ചെയ്യാം. ഒരു തവണ ഖത്മ ചെയ്യാം. 30 ഡേയ്സ് അല്ലെങ്കിൽ കറക്റ്റ് റമദാന്റെ 30 ദിവസവും എടുത്ത് നിങ്ങൾക്ക് ഒരു തവണ ഖത്മ ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പം മറ വാഹിദയിൽ തന്നെ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഇപ്പൊ 20 ഡേയ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഖത്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാകും. ഒരു ദിവസം നിങ്ങൾ 30 പേജസ് കവർ ചെയ്തെങ്കിൽ മാത്രമാണ് 20 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ഖുർആന്റെ മുഴുവൻ ഭാഗം ഓതി തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ 30 പേജ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ടതില്ല. നമുക്കതിനെ 5 ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് ഓരോ നമസ്കാരത്തിന് ശേഷവും 6 പേജസ് എന്ന നിലയിലോ അത് നിങ്ങളുടെ താല്പര്യം 30 പേജ് നമ്മൾ കവർ ചെയ്യണം. അതിനെ നമുക്ക് 5 നേരമായിട്ടോ 4 നേരമായിട്ടോ അപ്പം അത്താഴം ഉൾപ്പെടെ നമുക്ക് 6 നേരമായിട്ടോ അങ്ങനെ നമുക്ക് ഈ 30നെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം അനുസരിച്ച് നമുക്ക് 5ഓ 6ഓ 3ഓ 4ഓ ഒക്കെ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് 30 പേജസ് കവർ ചെയ്യാം. അപ്പൊ 30 പേജ് നമ്മൾ ഒരു ദിവസം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 20 ഡേയ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഖത്മുൽ ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ പൂർത്തിയായിട്ട് ഓതാൻ പറ്റും. അപ്പൊ അഥവാ ചില ദിവസങ്ങളിൽ ഓതാൻ പറ്റാതെ വന്നാലും 20 ഡേയ്സ് ഓപ്ഷൻസ് എടുക്കുന്നവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഖുർആൻ കംപ്ലീഷൻ നടക്കും. ചിലപ്പോൾ നമ്മൾ ഓതാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഓതാതിരുന്നിട്ട് റമദാൻ കംപ്ലീറ്റ് ആയാലും ഖത്മുൽ ഖുർആൻ കംപ്ലീറ്റ് ആവാത്ത അവസ്ഥ പല അഖവാത്തുകൾക്കും നേരിടാറുണ്ട് ല്ലേ. അപ്പൊ 20 ഡേയ്സ് ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് 30 ഡേയ്സും നിങ്ങൾക്ക് ഓതാൻ പറ്റും എന്നുള്ള ആൾക്കാരാണെങ്കിൽ 30 ഡേയ്സ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ദിവസം 25 പേജ് വെച്ച് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്ക് കേൾപ്പിക്കാം. അപ്പൊ ഏതായാലും മറ വാഹിദ ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ 2 ഓപ്ഷൻസിലൂടെ അവർക്ക് ഒരു തവണ മറ വാഹിദ ആയിട്ട് തന്നെ അവരുടെ ഖത്മുൽ ഖുർആൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് എങ്ങനെ ചെയ്യണം ഏത് തരത്തിൽ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ. രണ്ടാമത്തെ മറത്തൈൻ ആണെങ്കിൽ 2 തവണ റമദാനിൽ 2 ഖത്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അഖവാത്തുകൾക്കും ഇതേ സിസ്റ്റം തന്നെയാണ്. 20 ഡേയ്സ് കൊണ്ട് 2 തവണ ഓതാൻ ഉള്ള ഓപ്ഷനും ഉണ്ട്. 30 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് 2 തവണ ഖുർആൻ ഖത്മ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ 20 ഡേയ്സ് എടുക്കുന്നവർക്ക് ദിവസം 60 പേജസ് വെച്ച് അവർ ഓതേണ്ടി വരും. അതിൽ ഓരോ നമസ്കാരത്തിന് ശേഷം എടുക്കുകയാണെങ്കിൽ 12 പേജ് ആയിട്ട് നമുക്കതിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് സെറ്റ് ചെയ്യാം. 30 ഡേയ്സ് ആണെങ്കിൽ നമ്മൾ ദിവസം 40 പേജസ് കവർ ചെയ്യണം. ഓരോ നമസ്കാരത്തിന് ശേഷം 8 പേജ് എന്ന നിലയിൽ നമുക്ക് 40 പേജസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 30 ഡേയ്സ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മറത്തൈൻ 2 തവണ നിങ്ങൾക്ക് ഖത്മ ചെയ്യാം. അല്ലെങ്കിൽ 20 ഡേയ്സ് കൊണ്ട് 2 തവണ നിങ്ങൾക്ക് ഖത്മ ചെയ്യാം. അതുപോലെ സലാസ മറാത്ത് 3 തവണ ഖത്മ ചെയ്യേണ്ടവർക്കും ഇതേ ഓപ്ഷൻ തന്നെയാണ്. അവിടെ പേജസിന്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. ഈ ഓരോ നമസ്കാരത്തിന് ശേഷം എന്നുള്ളത് നിങ്ങൾക്കത് ഓപ്റ്റ് ചെയ്യാട്ടോ. ഇതിലേക്കാണ് എടുക്കുന്നത് നിങ്ങൾക്കത് ഇപ്പം ചില നമസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഓതാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അതൊന്ന് 4 ആക്കിയിട്ടോ അല്ലെങ്കിൽ 3 ആക്കിയിട്ടോ ഒക്കെ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. എന്തായാലും ഒറ്റ ഇരിപ്പിനിരുന്ന് 90 പേജസ് ഒക്കെ ഓതാന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കത്തില്ല. പ്രയാസമായിരിക്കും. നമുക്ക് അത്രയൊന്നും ഒരു പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. പക്ഷെ എന്തായാലും നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് കറക്റ്റ് ഓതാൻ പറ്റും. അപ്പൊ ഇതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഫോളോ അപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ഇത് ഓതാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഹലഖകളിലേക്കായിരിക്കും നമ്മൾ നിങ്ങളെ ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോ
ഒരു ഉഖ്തിക്ക് ഇൻഷാ അല്ലാഹ് മറ വാഹിദ അല്ലെങ്കിൽ ഒരു തവണ ഖത്മ് 20 ഡേയ്സ് കൊണ്ട് ഒരു തവണ ഖത്മ് ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് ഒരു ഉഖ്തി അപ്ലൈ ചെയ്യാണെങ്കില്, അവരെ ആവശ്യമുള്ള മർത്തബ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ടാവും. ആ പ്രോസസ്സ് അനുസരിച്ച് നിങ്ങളിപ്പം ലെവൽ 1 ഓപ്ഷൻ 1ലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ലെവൽ 1 ഓപ്ഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ വാഹിദയാണ് ലെവൽ 1 വരുന്നത്. ഓപ്ഷൻ 1 വരുന്നത് 20 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. അപ്പം ലെവൽ 1 ഓപ്ഷൻ 1ലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആൾക്കാരെ നമ്മളൊരു ഹലഖയിലേക്ക് മാറ്റും. ഹലഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്സ്ആപ്പ് ഗ്രൂപ്പിനാണ് നമ്മൾ ഹലഖ എന്ന് പറയുക. ഒരു ഹലഖയിൽ ചിലപ്പോ 10ഓ ചിലപ്പോ 15ഓ ഒക്കെ വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഹലഖയിലുള്ള എല്ലാവരും ആ ഒരു നിയ്യത്തുള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ ഒരു 15 പേര് ഒരു ഹലഖയിൽ ഉണ്ടെങ്കിൽ ഈ 15 ആൾക്കാരും ലെവൽ 1 ഓപ്ഷൻ 1 സെലക്ട് ചെയ്തവരാണ്. അപ്പൊ ഒരേപോലെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഒരു കൂട്ടം അഖവാത്തുകളോട് ചേർന്ന് അല്ലെങ്കിൽ നമുക്കിങ്ങനെ നമ്മളെ കൂടെ നമുക്ക് ഓതാനും നമ്മളെ സഹായിക്കാനും നമ്മളെ കൂടെ നന്മയായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പ്രേരിപ്പിക്കുന്ന ആളുകൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ചെയ്യാനുള്ള ഉഷാറും അതിനുള്ള ഒരു ആഗ്രഹവും ഒക്കെ നമുക്ക് കൂടുതലായിരിക്കും. അപ്പം ഒരു കൂട്ടം ഒരു ഹലഖയിൽ ചിലപ്പോൾ 10 പേരെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 15 പേരുണ്ടാവും. അപ്പം ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ഒരു ഹലഖയിൽ ഉണ്ടാവും. ആ ഹലഖയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്കൊരു മുഅല്ലിമ ഉണ്ടാവും, ഒരു അമീറ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പം ഈ ഹലഖയിലെ അമീറയുടെ നേതൃത്വത്തിലായിരിക്കും അല്ലെങ്കിൽ മേൽനോട്ടത്തിലായിരിക്കും നിങ്ങളുടെ ഈ ഒരു ഖത്മുൽ ഖുർആൻ നടക്കുന്നത്. ഓക്കെ. ഖത്മുൽ ഖുർആന്റെ നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോ ലെവൽ 1 ഓപ്ഷൻ 1 സെലക്ട് ചെയ്ത ഉഖ്തിനെ നമ്മൾ ഹലഖയിലേക്ക് മാറ്റും. ആ ഹലഖയിലുള്ള അമീറ നിങ്ങളെ കൃത്യമായി നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട പേജസ് നിങ്ങൾ ഓരോ ദിവസവും കവർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഇപ്പം നമ്മൾ എങ്ങനെ വേണം നിങ്ങൾക്ക് കവർ ചെയ്യാം. ഇപ്പൊ 30 പേജ് എന്നുള്ളത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കവർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്. പക്ഷെ ആ ദിവസം തന്നെ കവർ ചെയ്യണം. അതനുസരിച്ച് അമീറമാർ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കുള്ള മെസ്സേജുകൾ അയച്ചും അല്ലാതെയും ചില ദിവസങ്ങളിൽ നമ്മൾ മടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം കാരണം ഇരുന്നാലും അവർ നിങ്ങൾക്ക് ഇങ്ങനെ അവർ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരാൾ നമ്മളെ പുറകിൽ നിന്ന് ഇങ്ങനെ ഫോളോ ചെയ്യാനുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി ഉഷാറായിട്ട് നമ്മൾ ഓതാനും അല്ലെങ്കിൽ നമ്മൾ സമയം കണ്ടെത്താനൊക്കെ പരിശ്രമിക്കും അല്ലെ? പ്രത്യേകിച്ച് അക്കാദമിയിൽ അകത്തുള്ള വിദ്യാർത്ഥികൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് അറിയാം. നമ്മളെ കൂടെ പഠിപ്പിക്കാനൊക്കെ നമ്മളെ കൂടെ കോർഡിനേറ്റേഴ്സും അല്ലെങ്കിൽ നമ്മളെ ലീഡേഴ്സും ഒക്കെ നമ്മളിങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ പഠിച്ചോ 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 എന്ന് ചോദിക്കുമ്പോഴേ നമുക്കൊരു പൊതുവെ നമ്മൾ സ്ത്രീകളായതുകൊണ്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായി പഠിക്കാനും അല്ലെ നമുക്ക് അതിനുവേണ്ടി സമയം കണ്ടെത്താനൊക്കെ നമ്മൾ പരിശ്രമിക്കും. ആരും ഇല്ലാത്തപ്പോൾ നമുക്കൊരു ഭയങ്കര മടിയായിരിക്കും അല്ലെ? അപ്പൊ അത് അക്കാദമിക് സ്റ്റുഡൻസിന് പ്രത്യേകമായിട്ട് അറിയായിരിക്കും ആ ഒരു ബെനിഫിറ്റ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ തരത്തിൽ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അപ്പം മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും നിങ്ങൾ എങ്ങനെ ഇത് ഓതിയ ഭാഗം ഓതിയിടലാണോ? എന്തായില്ല ഓതിയിടുന്ന ഒരു സിസ്റ്റം അല്ല. പകരം നിർദ്ദേശിക്കപ്പെട്ട സമയങ്ങൾ നിങ്ങൾക്ക് ടൈം ഇപ്പം മാക്സിമം ഈ പറയപ്പെട്ട പോലെ 5 നേരത്തെ നമസ്കാരത്തിന് ശേഷോ അല്ലെങ്കിൽ ആ പറയുന്ന ദിവസം ഏൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഏത് ലെവലാണോ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ലെവലിൽ പരാമർശിക്കപ്പെട്ട പേജസ് നിങ്ങൾ ഓതുക. ഓതിയതിന് ശേഷം അത് കംപ്ലീറ്റ് ഓതിയതിന് ശേഷം നിങ്ങൾ ആ ഒരു ദിവസം ഒരു ബിത്താഖ ഒരു കാർഡ് നിങ്ങൾ അക്കാദമിക് സ്റ്റുഡൻസിന് അറിയാം ബിത്താഖ ഹുദൂർ നമ്മൾ അറ്റൻഡൻസ് കാർഡ് പോലത്തെ ഒരു കാർഡ് ഉണ്ടാവും. ഖത്മുൽ ഖുർആൻ ചെയ്യാൻ ഒരു പ്രത്യേക കാർഡ് ഉണ്ടാവും. ഇത് കാർഡ് എന്ന് പറയുമ്പോൾ ആരൊന്നും വിചാരിക്കരുത് വാട്സ്ആപ്പ് കാർഡാണ്. വാട്സ്ആപ്പിൽ നമ്മൾ മെസ്സേജ് അയക്കുന്ന പോലത്തെ ജസ്റ്റ് ഒരു സംഭവമേ ഉള്ളൂ ട്ടോ. ഇത് കാർഡായിട്ടൊന്നും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാധനമല്ല. നമ്മൾ വാട്സ്ആപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ആണ്. ഇങ്ങനെ ഈ ഒരു മെസ്സേജിന്റെ ഫോർമാറ്റിന് ഒരു പാറ്റേൺ നമ്മൾ അയച്ചു തരും. ആ പാറ്റേണിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പേര് നിങ്ങൾക്കൊരു റോൾ നമ്പർ ഉണ്ടാവും. നിങ്ങൾ ഓതിയിടുന്ന ഇപ്പം റമദാൻ 1 ആണെങ്കിൽ റമദാൻ 1 ഡേറ്റ് കൊടുക്കുക. അതുപോലെ ആ ദിവസം നിങ്ങൾ കവർ ചെയ്ത പേജ് ഇപ്പോൾ നിങ്ങൾക്ക് 30 ഡേയ്സ് ആണെങ്കിൽ അല്ല 30 പേജസ് ആണ് നിങ്ങൾ കവർ ചെയ്തെങ്കിൽ 604 പേജസ് ആണ് ടോട്ടൽ ഖുറാനിലുള്ളത്. അപ്പം 30 പേജസ് 604 നിങ്ങൾ 30 പേജ് ആ ദിവസം കവർ ചെയ്തു. എന്നിട്ട് നിങ്ങൾ തന്നെ നോക്കണം റിമൈനിങ് പേജസ് ടു കവർ. നിങ്ങൾക്ക് ഇനി കവർ ചെയ്യാനുള്ള പേജ് ഇപ്പൊ 604 30 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണോ അത് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടി അവിടെ എഴുതണം. അതുപോലെ റിമൈനിങ് ഡേയ്സ് ടു ഗോ നിങ്ങൾക്ക് ഇനി എത്ര ദിവസം ഉണ്ടാകുക 30 ദിവസമായിരിക്കും അല്ലെങ്കിൽ 20 ദിവസം ചലഞ്ചാണ് നിങ്ങൾ എടുത്തതെങ്കിൽ ഇനി 19 ഡേയ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഡെയിലി എനിക്ക് ഇത്ര ദിവസം ഇനി മുന്നിലുള്ളൂ, എനിക്ക് ഇത്ര പേജസ് കവർ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ ഓത്തും കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ അമീറമാർക്ക് പറ്റുകയും ചെയ്യും. അപ്പൊ ഈ തരത്തിൽ നിങ്ങളുടെ അറ്റൻഡൻസ് കാർഡ് നിങ്ങൾ അതായത് ഹലഖയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് കറക്റ്റ് ഫോളോ ചെയ്ത് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഒരു അമീറയും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ തരത്തിലാണ് നമ്മളെ ഖത്മുൽ ഖുർആന്റെ ഹലഖകൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ മനസ്സ് വെക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു നിയത്തോടു കൂടി മുന്നോട്ട് വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ ദീനിന്റെ മാർഗ്ഗത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മൾ പരിശുദ്ധ ഖുർആന്റെ പാരായണം പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യൽ മാത്രമാണ്. ഇവിടെ വേറൊന്നും നടക്കുന്നില്ല. ഓതിയിടലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നിങ്ങളെ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് നിങ്ങളെ ആ ഒരു കറക്റ്റ് നിങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങളെ കുറച്ച്
കുറച്ച് അഖവാത്തുകൾ ഹെൽപ്പ് ചെയ്യാണ്. അവരൊക്കെ മാഷാ അല്ലാഹ് നിങ്ങൾ അമീറമാരായിട്ട് വരുന്നവരും ടീച്ചേഴ്സായിട്ട് വരുന്നവരൊക്കെ അക്കാദമിയുടെ അകത്ത് നല്ല ഇൽമുള്ള മാഷാ അല്ലാഹ് തജ്വീദിലൊക്കെ ഇൽമ് എടുത്തു കഴിഞ്ഞ അഖവാത്തുകൾ തന്നെയാണ്. അവരൊക്കെ ഇൽമുള്ള സിസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പൊ എന്തിനാണ് അവരെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അടുത്ത സെഷനിൽ ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതാണ് ഖത്മുൽ ഖുർആന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയമുള്ളവർക്ക് എന്ത് ചെയ്യാം, അവസാനത്തിൽ നിങ്ങൾക്ക് കൃത്യമായി തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഖത്മുൽ ഖുർആന്റെ ഭാഗം അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മർത്തബയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഖുർആൻ പാരായണം ശരിയായ നിലക്ക് പൂർത്തീകരിക്കാൻ ഈ ഹലഖയിലൂടെ സാധിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ബിഇദ്നില്ലാഹ് അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ കാര്യങ്ങൾ. രണ്ടാമത്തെ സെഷനാണ് തസ്ഹീഹു തിലാവ. അപ്പൊ നമുക്ക് ഏവർക്കും അറിയാം മാഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. 1, 2, 3, 4 ഖത്മൊക്കെ ചെയ്യുന്നുണ്ട് ല്ലേ? അപ്പൊ നമ്മളെ പാരായണത്തിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സുകൾ കൂടി നമുക്ക് പരിഗണിക്കണ്ടേ? ഇല്ലേ? നമുക്ക് എപ്പളും നമ്മള് ഒരുപാട് ചില ആൾക്കാരൊക്കെ ല്ലേ ഭയങ്കര സ്പീഡിന് ഖുർആൻ ഓതും അല്ലെ? അങ്ങനെ ഓതിയാല് ഒരുപാട് പ്രതിഫലം കിട്ടും എന്നായിരിക്കും വിചാരം. പക്ഷെ ഖുർആൻ നമ്മളിങ്ങനെ സ്പീഡിൽ ഹദറോടുകൂടി ഓതുന്നതിന് ഒരുപാട് അദബുകളുണ്ട്. അത്യാവശ്യം നന്നായി നമ്മൾ ല്ലേ പരിശുദ്ധ ഖുർആനാണ് അള്ളാന്റെ കലാമാണ്. അതിൽ ഓരോ ഹർഫും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഖുർആനിലെ ഓരോ ഹർഫിലൂടെയും നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ഹൃദയവും പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അള്ളാന്റെ കലാമാണ്. അള്ളാഹു നമ്മോട് ല്ലേ ലോകത്തിന്റെ രക്ഷിതാവ് നമ്മോട് സംസാരിച്ചിട്ടുള്ള അത് അള്ളാഹ് നമ്മോട് സംസാരിച്ചിട്ടുള്ള ഹർഫുകളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഹർഫുകളുടെ ഹക്കും മുസ്തഹക്കും കൊടുക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ മേൽ നിർബന്ധമാണ് ല്ലേ? തജ്വീദോടുകൂടി ഖുർആൻ പാരായണം ചെയ്യൽ ഓരോ സത്യവിശ്വാസിയുടെ മേലും ഖുർആൻ പാരായണം ചെയ്യുന്ന ഓരോ സത്യവിശ്വാസിയുടെ മേലും ഫർളാണ്, നിർബന്ധമാണ്. അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക എന്നുള്ളത്. തിയററ്റിക്കൽ പഠിക്കുക എന്നുള്ളത് ഫർള് അല്ല എങ്കിൽ പോലും പ്രാക്ടിക്കലി നമ്മൾ ഓതുന്നതിനകത്ത് തജ്വീദ് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പൊ നമുക്ക് റമദാനിൽ നമുക്ക് രണ്ടും കൂടെ പറ്റത്തില്ല. ഖത്മ് ചെയ്യണം, തജ്വീദ് പഠിക്കണം, എല്ലാം കൂടെ നമുക്ക് എന്താവും ഒരുപാട് നമ്മൾ ഇതാക്കി തരുന്നില്ല. വളരെ ലൈറ്റ് ആയിട്ട് നമ്മൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ ഖത്മ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ ചെയ്യുന്ന ഖത്മിന്റെ ആവട്ടെ നമ്മളുടെ പാരായണത്തിലുള്ള പൊതുവായതും ചെറുതായതും വലുതായതുമായിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മളെപ്പോഴും കറക്ഷൻ നമുക്ക് തരുമ്പോൾ തജ്വീദ് കറക്ഷൻ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പാരായണത്തിലുള്ള മിസ്റ്റേക്സുകളാണ് കറക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമുക്കതിനെ റമദാനിലാവട്ടെ അതിന് ശേഷമാവട്ടെ നമുക്കതിൽ പരിശ്രമിക്കാനുള്ള ഒരു ബിദായ കൂടിയാണ് നമ്മൾ ഈ തസ്ഹീഹു തിലാവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ തസ്ഹീഹു തിലാവന്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹലഖ നടക്കുന്ന അല്ലെങ്കിൽ ഖത്മുൽ ഖുർആന്റെ ഹലഖ നടക്കുന്ന അതേ ഒരു മജ്ലിസിൽ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസം നമ്മൾ പരാമർശിക്കുന്ന ചില പോർഷൻസ് അതായത് ഒരുപാട് സൂറത്ത് ഒരുപാട് പോർഷൻസ് ഒന്നുമല്ല, കുറച്ച് ഭാഗം. ഇപ്പം ഒരു സൂറത്തിന്റെ ഒരു ആയത്തോ അല്ലെങ്കിൽ 2 ആയത്തോ അത് കുറച്ച് വലിയ ആയത്തായിരിക്കും ചിലപ്പോ. ചെറിയ ആയത്തുകളല്ല. ഒരു ഇപ്പൊ സൂറ കഹ്ഫിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്തിന്റെ ഒരു ആയത്തോ 2 ആയത്തോ നമ്മൾ പറയുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്. ഒരിക്കലും സൂമോ മറ്റ് ഗൂഗിൾ മീറ്റോ ഒന്നും നമുക്ക് എടുക്കണ്ട. സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആ പറയപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ദിവസങ്ങൾ മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ, തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളാണ് തിലാവ ചെയ്തിടാനുള്ള ദിവസം. അപ്പൊ നമ്മൾ പോർഷൻസ് ഒക്കെ നമ്മൾ തരും, അതിന്റെ ഖിറാഅത്ത് ഒക്കെ നമ്മൾ അയച്ചു തരും. അപ്പൊ ആ ഒരു ഭാഗം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൂറ കഹ്ഫിന്റെ ആദ്യത്തെ ആയത്താണെങ്കിൽ മൺഡേ ഒരു ആയത്ത് അല്ലെങ്കിൽ 2 ആയത്ത് നിങ്ങൾ വോയിസ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ പാരായണത്തിൽ ഒന്ന് വോയിസ് ആയിട്ട് ഇടുക. അപ്പൊ ആ നെക്സ്റ്റ് ഡേ മൺഡേ കഴിഞ്ഞ് തിങ്കളാഴ്ച കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ ഓത്തിനുള്ള കറക്ഷൻ വോയിസ് ആയി തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മുഅല്ലിമ തജ്വീദ് പഠനത്തിൽ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വിശദമായി തന്നെ തജ്വീദ് പഠിച്ചൊരു മുഅല്ലിമയായിരിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ് മുഅല്ലിമയായിട്ടുള്ളത്. അപ്പൊ ആ മുഅല്ലിമയുടെ ഭാഗത്തു നിന്നൊരു വോയിസ് കറക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം അത് വളരെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് എളുപ്പമുള്ള നിങ്ങൾ ആ ഖത്മ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഖത്മിന്റെ ഭാഗം നമ്മൾ കവർ ചെയ്യുമ്പോൾ ഏതാണോ ഭാഗം എന്നുള്ളത് നിങ്ങൾ ഓതി ജസ്റ്റ് വോയിസ് ആയിട്ട് ഇട്ടാൽ മതി. വാട്സപ്പ് ലൈവ് വോയിസ് ആയിട്ട്. അതുപോലെ വെനസ്ഡേ, ഫ്രൈഡേ ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾ ഓതിയിടുന്ന വോയിസ് പിറ്റേ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കറക്ഷൻ കിട്ടും. അപ്പൊ ഏകദേശം നമ്മളുടെ ഓത്തിലുള്ള കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കാരണം നമ്മളുടെ ലെവൽ എവിടെ നിൽക്കുന്നില്ല. അടുത്ത റമദാനിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അതിനുവേണ്ടി പരിശ്രമിച്ചൂടെ അഖ്തിമാരെ. കാരണം നമ്മൾ ഒരുപാട് ഓതുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മള് ഒരു ഓരോ റമദാനിലും 3, 4 ഖത്മും ഒക്കെ ഓതി നമ്മൾ കുറേ ഓതി. നാളെ റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോൾ ആ ഓതിയതൊക്കെ തെറ്റാണെങ്കിൽ നമ്മൾ ഓതിയതിനകത്തൊക്കെ വളരെ ചെറിയ മിസ്റ്റേക്സ് പോട്ടെ നമ്മൾ അർത്ഥത്തിൽ അള്ളാന്റെ കലാമിന്റെ സ്ട്രക്ചർ തന്നെ മാറ്റുന്ന തരത്തിലാണ് അതിന്റെ തജ്വീദ് മിസ്റ്റേക്സ് വന്നാൽ സംഭവിക്കുന്നത്. ചെറിയൊരു അക്ഷരത്തിന്റെ ഇത് മാറിയാൽ ഒരു മഖാരിജ് ഒരു സിഫത്തുകൾക്ക് വ്യത്യാസം വന്നാൽ അവിടുത്തെ അർത്ഥം വ്യത്യാസപ്പെടും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള അവസരം കഴിവ് എല്ലാം ഉണ്ടായിട്ടും
എപ്പോഴും നമ്മൾ തജ്വീദ് പഠിക്കാതെ നമ്മൾ ഇതന്നെ തെറ്റ് തന്നെ തെറ്റ് തന്നെ പാരായണം ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ കുറ്റക്കാരായിരിക്കും. അതിന്റെ മുന്നിൽ ചിലപ്പോൾ നമുക്ക് പ്രയാസം വന്നേക്കാം. അള്ളാഹു കാക്കട്ടെ, നമുക്ക് ആ ഒരു അവസ്ഥയൊന്നും വരാതെ കാക്കട്ടെ. അപ്പൊ നമ്മൾ പരിശ്രമിക്കണം. പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് ഈ റമദാനിൽ തന്നെ കുറെ തജ്വീദൊക്കെ പഠിച്ച് ഞാൻ വലിയൊരു നല്ല റെസിറ്റേഷൻ ഒക്കെ കാഴ്ചവെക്കാം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. സമാധാനത്തിൽ വളരെ ഗ്രാജുവൽ ആയിട്ട് നമ്മളുടെ ലെവൽ മനസ്സിലാക്കി അതിൽ വരുത്തേണ്ട മിസ്റ്റേക്സുകൾ ക്ലിയർ അല്ലെങ്കിൽ അതിൽ വരുന്ന മിസ്റ്റേക്സുകൾ ക്ലിയർ ചെയ്ത് നമുക്ക് അടുത്ത റമദാനിന് മുന്നെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഓത്തിലൊരു നല്ല മാറ്റം കൊണ്ടുവരാൻ, അതിനൊരു ബിദായ, അതിനൊരു തുടക്കമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഒരു സെഷൻ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ തരുന്നത് ഇൻഷാ അല്ലാ. അപ്പം തിലാവ സെഷൻ ഇങ്ങനെയായിരിക്കും. ഈ 3 ദിവസങ്ങളിൽ തിലാവ ചെയ്യുന്നു. അടുത്ത 3 ദിവസങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള തസ്വീബ് ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ വാട്സപ്പ് വോയിസ് ആയതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് എളുപ്പമുള്ള സമയത്ത് ആ ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് വോയിസ് ആയിട്ട് ഇട്ടാൽ മതിയായിരിക്കും ഇൻഷാ അല്ലാ. പക്ഷെ ഇത് പെൻഡിങ് ആവരുത്. ഇപ്പൊ തിങ്കളാഴ്ചത്തെ വോയിസും എല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം ഇടുന്ന അങ്ങനത്തെ സിസ്റ്റം അല്ല. കറക്റ്റ്, കാരണം ടീച്ചേഴ്സിന് പ്രയാസം ഉണ്ടാവാത്ത രീതിയിൽ, കാരണം അവർ ഇത്രയും വോയിസ് കേട്ട് കറക്ഷൻ ഒക്കെ തരണ്ടേ. അപ്പൊ അവർക്കും ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. അപ്പൊ കറക്റ്റ് നമ്മൾ പറയുന്ന ദിവസങ്ങളിൽ തന്നെ സമയം ഏതായാലും നിങ്ങൾ കറക്റ്റ് വോയിസ് അയക്കാനായിട്ട് പരിശ്രമിക്കണം ഇൻഷാ അല്ലാ. അപ്പൊ ഇതാണ് തസ്ഹീഹു തിലാവ. ഇനി അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ മുഖ്തസറു തജ്വീദ് അൽ മുതഖദ്ദിം. എന്താ മുഖ്തസർ എന്ന് പറഞ്ഞാൽ വളരെ സമ്മറൈസ് ആക്കിയിട്ട് നിങ്ങൾക്ക് തജ്വീദിന്റെ ഒരു മുതഖദ്ദിമായ പോർഷൻസ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർഷൻസ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. നമ്മൾ പൊതുവെ തജ്വീദ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും? കുറച്ച് മഖ്റജുകൾ, കുറച്ച് നൂന് സാക്കിന, കുറച്ച് നീട്ടല്, മണിക്കല്, പിന്നെ കുറച്ച് അങ്ങനത്തെ വളരെ കോമൺ ആയിട്ട് ആളുകൾ തജ്വീദിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാവരും വിചാരിക്കുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഖായിദ നൂറാനിയെ പോലത്തെ ടെക്സ്റ്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് എന്തേ ഉള്ളൂ, മഖ്റജ് ഉണ്ട്, പിന്നെ കുറച്ച് കുറച്ച് വളരെ കുറച്ച് മാത്രം നമുക്ക് ഹുക്കുമുകൾ വരുന്നുണ്ട് അല്ലെ. ഒരു ഏകദേശം ഒരു ബിഗിനറിന് പഠിക്കാനുള്ള പോർഷൻസേ ഉള്ളൂ. പൊതുവെ നമ്മളെ കേരളത്തിലെ എല്ലാ ഖവാത്തുകളും അങ്ങനെ കുറച്ച് ഭാഗം മാത്രമേ ആയിരിക്കും തജ്വീദിൽ പഠിച്ചിട്ടുണ്ടാകുക. അപ്പം അതിനപ്പുറത്തേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് തജ്വീദിന്റെ പോർഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ തസ്ഹീഹു തിലാവയിൽ നമ്മളുടെ ഓത്തിൽ ഇങ്ങനെ കറക്ഷൻ കിട്ടുന്നത്, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നത്. അപ്പൊ അത് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓത്ത് എന്താവൂല, നമ്മളെപ്പോഴും കറക്ഷൻ മാത്രം കിട്ടുകയാണ്. ഒരാൾക്ക് ഇങ്ങനെ എപ്പോഴും കറക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവരുടെ ഓത്ത് കറക്ഷൻ മാത്രം കിട്ടിയാൽ എന്താവൂല, ശരിയാവൂല. കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് എങ്ങനെ അപ്ലൈ ചെയ്യണം ഇല്ലേ. നമ്മൾ ഇപ്പൊ ഇന്ന അക്ഷരത്തിന് ഇന്ന പോലെ സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന സിഫാത്തുകൾ ഇന്ന പോലെ അപ്ലൈ ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്നൊരു അറിവും കൂടെ കിട്ടിയെങ്കിലേ നമുക്കത് ശരിയായ നിലക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ മുഖ്തസർ തജ്വീദ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അതായത് ഈ ആഴ്ച 2 ക്ലാസ്സുകൾ, അത് കോമൺ ക്ലാസ്സുകളായിരിക്കും. നിങ്ങളെ ഇപ്പൊ തസ്കിയത്തൊക്കെ നടക്കുന്നില്ലേ, ഇപ്പം മുദക്കിറിന്റെയും ഖവായിദിന്റെ ഒക്കെ ക്ലാസ് നിങ്ങളെ ടീച്ചേഴ്സ് എടുക്കുന്ന പോലെ ആഴ്ചയിൽ 2 കോമൺ ആയിട്ടുള്ള സെഷനിൽ ഒരു പ്രത്യേക സൂറത്ത് എടുത്തിട്ട് അതിനെ നമ്മൾ ആ സൂറത്തിൽ വരുന്ന ഭാഗങ്ങളും, നമ്മൾ പ്രത്യേക സൂറത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തസ്ഹീഹ് ചെയ്യാനുള്ള അതേ സൂറത്തായിരിക്കും. സൂറ കഹഫാണ് നിങ്ങൾക്ക് തസ്ഹീഹിന്റെ ഭാഗമായിട്ട് തരുന്നതെങ്കിൽ അതേ സൂറത്ത് തന്നെ നിങ്ങൾക്ക് മുഖ്തസർ തജ്വീദിന്റെ കോമൺ ലൈവ് സെഷനിൽ നല്ല ജസരിയിലൊക്കെ മാഷാ അല്ലാഹ് നല്ല ഇൽമുള്ള പരിചയസമ്പന്നരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള 1, 2 ടീച്ചേഴ്സ് ഒരുക്കുന്ന ഒരു സെഷൻ ആയിരിക്കും മുഖ്തസർ തജ്വീദ്. അതായത് ആഴ്ച 2 ക്ലാസ്സുകളിലൂടെ എങ്ങനെ ഈ പറയപ്പെട്ട സൂറത്തിൽ നമ്മൾ എങ്ങനെ തജ്വീദ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ച വളരെ ചെറിയ നൂനുസാക്കിനെ പോലത്തെ നിയമങ്ങളോ അല്ലെങ്കിൽ മദ്ദിന്റെ നിയമം, അങ്ങനെ കുറച്ച് നിയമങ്ങൾ മാത്രമല്ല, പ്രത്യേകമായിട്ട് നമ്മൾ അതിന്റെ വചനത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ അക്ഷരങ്ങൾക്കുള്ള മഖാരിജുകളും സിഫാത്തുകളുമാണ്. അതിന്റെ ഓരോ അക്ഷരങ്ങൾക്കുള്ള ഹക്കും മുസ്തഹക്കും കൊടുക്കലാണ്. അപ്പൊ അങ്ങനെയുള്ള വളരെ പ്രധാനമായും നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെ എങ്ങനെ പ്രാവർത്തികമാക്കാം ഈസി ആയിട്ട് അല്ലെ. നമ്മളിങ്ങനെ കുറേ തിയറി ഒക്കെ പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് തല വെക്കും. അങ്ങനെ ഒരുപാട് പഠിക്കാനൊന്നും ഇല്ല. ജസ്റ്റ് നമ്മളൊരു ആയത്തെടുത്ത് ആ ആയത്തിൽ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാം, എങ്ങനെ നമ്മൾ മഖ്റജ്, ഈ അക്ഷരത്തിന്റെ മഖ്റജ് എങ്ങനെ ശ്രദ്ധിക്കാം, ഈ അക്ഷരത്തിന് സുക്കൂൻ വന്നാൽ നമ്മൾ എങ്ങനെ സിഫത്ത് കൊടുക്കാം, അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ് ഇൻഷാ അല്ലാഹ്. അത് ആഴ്ച 2 ദിവസം മാക്സിമം 1 മണിക്കൂറിനകത്ത് നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങളെ തിലാവ കറക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങളുടെ തജ്വീദ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെഷൻ ആയിരിക്കും മുഖ്തസർ തജ്വീദ് അൽ മുതഖദ്ദിം എന്നുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പം ഈ 3 സെഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഈ ഒരു റമദാനിൽ നിങ്ങൾക്ക് ഖത്മ ചെയ്യാനും, ഖത്മ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ പാരായണത്തിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റണം, ഞാൻ എവിടെ നിൽക്കുന്നു, എന്റെ പാരായണത്തിൽ ഞാൻ ഏത് ലെവലിലാണ്, അല്ലെങ്കിൽ എന്റെ ഖുർആൻ പാരായണം ഞാൻ എന്താ പറയുക, ഏത് അവസ്ഥയിലാണ് ഉള്ളതെന്ന് സ്വയം നമുക്കൊരു ഒരു ഒരു ബോധം വേണം ഇൻഷാ അല്ലാഹ് ഓരോരുത്തർക്കും. കാരണം ചില ആൾക്കാർ മാഷാഅല്ലാഹ് നന്നായി പഠിച്ചവരുണ്ടാകും,
അവർക്ക് അതനുസരിച്ചുള്ള ഡീപ്പായിട്ടുള്ള ഡെപ്തിലുള്ള കറക്ഷൻസ് കിട്ടും. തീരെ അറിയാത്തവർക്ക് ഇപ്പൊ ആരും അറിയാത്തവരാണ് അല്ലെങ്കില് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രയാസം വിചാരിക്കരുത്. നിങ്ങളെ മുന്നിൽ കിട്ടിയിരിക്കുന്ന ഓരോ അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തുക. ഒരിക്കലും ഒരു ഇൻഫീരിയോറിറ്റി ഒരു ഞാനിപ്പോ പഠിക്കാൻ കേറിയാ എന്തോ വിചാരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ദുരഭിമാനം ആരുടെ മനസ്സിലും ഉണ്ടാവരുത്. പഠിക്കണം. നമ്മള് വളരെ കുറച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഉഖ്തിമാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എത്ര നമ്മളുടെ ദീനിന്റെ അറിവ് എത്രയാ നിക്കുന്നത്. നമ്മൾ വളരെ ചെറുപ്പത്തില് മദ്രസകളിൽ 4ഓ 5ഓ 6ഓ ക്ലാസ്സുകളിൽ പഠിച്ചത് മാത്രമല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. അതും എന്താ കുറച്ച് ഒരു 2% പോലും നമ്മൾ പഠിച്ചിട്ടില്ല ദീനിന്റെ കാര്യങ്ങള്. അപ്പം ആലോചിച്ച് നോക്കിയേ നമ്മൾ നാളെ റബ്ബിന്റെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കും മുഫ്തിമാരെ. നിങ്ങൾ ഈ കൂട്ടത്തില് ഇപ്പം ഇത്രയും അഖവാത്തുകളിൽ ഒരുപാട് അഖവാത്തുകൾ ഉണ്ടാവും ദുനിയാവിന്റെ പല കാര്യങ്ങളും പഠിച്ച ആൾക്കാര്. ഇല്ലേ? ഡിഗ്രി എടുത്തവർ എങ്ങനെ പോയാലും ഉണ്ടാവും. അല്ലെങ്കിൽ അത്യാവശ്യം SSLC കഴിഞ്ഞവരെങ്കിലും ഉണ്ടാവും. നമ്മൾ ദുനിയാവിന്റെ അല്ലേ പോട്ടെ നമ്മൾ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ പോലും ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു ഇതിൽ അഭിരുചിയുള്ളവരായിരിക്കും. നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരുണ്ടാവും. നന്നായിട്ട് ആർട്ട് വർക്കുകൾ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലും കഴിവ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ കണ്ണും കാതും കേൾവിയും ഒക്കെ നമ്മൾ പല തരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ റബ്ബിന്റെ കലാം പഠിക്കാൻ അള്ളാഹിന്റെ ദീന് പഠിക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ എത്ര പ്രാധാന്യം അതിന് കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പൊ ഈ ഒരു റമദാൻ നമുക്കൊരു തിരിച്ചറിവായിരിക്കണം. എന്റെ അവസ്ഥ, എന്റെ ഖുർആൻ പാരായണം എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കണം. എനിക്ക് പഠിക്കണം എന്നൊരു ചിന്ത നമ്മൾ റമദാനിൽ കൊണ്ടുവരും. പ്രത്യേകിച്ച് റമദാനാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു മാസമാണ്. നമുക്ക് അള്ളാഹിനോട് അതിയായി പ്രാർത്ഥിക്കാം. റബ്ബേ എനിക്ക് നിന്റെ കാരണം ദീനിൽ നമുക്ക് അറിവുണ്ടാകുന്ന അനുസരിച്ച് മാത്രമേ നമ്മളുടെ ദുനിയവിയായ ജീവിതത്തിൽ ഒരു ഹൈർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തു മീനിങ്ങാ നമ്മുടെ ലൈഫിൽ ഉള്ളത്. നമ്മൾ ദീനൊന്നും പഠിക്കുന്നില്ല. കുറേ ദുനിയാവിന് വേണ്ടി തിന്നും കുടിച്ചും ഉറങ്ങിയും നമ്മൾ ദിവസങ്ങൾ കഴിയുന്ന എന്ത് അർത്ഥമാണ് നമ്മുടെ ജീവിതത്തിനുള്ളത്? ദുനിയാവിലൊരു അർത്ഥമില്ല. നാളെ ആഖിറത്തിൽ ചെന്നാലോ ഈ 60 വർഷം നമ്മൾ ജീവിച്ചത് ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ റബ്ബിന്റെ അടുക്കൽ ചെല്ലേണ്ടി വരും. നമ്മൾ ചിന്തിക്കുക ഉഖ്തിമാരെ. നമ്മൾ അറിവ് നേടുന്ന വിഷയത്തിൽ നമ്മൾ പുറകോട്ട് നിൽക്കരുത്. നമ്മൾ മുന്നോട്ട് തന്നെ പോണം. തലബുൽ ഇൽമ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ പലേ ഫിത്നകളും ഇല്ലേ? നമ്മളെ ഖൗമിലാണ് ഏറ്റവും കൂടുതൽ ഫിത്നകൾ കാണുന്നത്. നഊദുബില്ലാഹ്. കാരണം എന്താ ത്വലബുൽ ഇൽമില്ല. അറിവ് നേടുന്നില്ല. പണ്ടെപ്പളോ പഠിച്ച കുറച്ച് അറിവ് കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. അതിനകത്തൊന്നുമില്ല. 2% മാത്രം അറിവുണ്ടെങ്കിൽ എന്താക്കാനാ കഴിയ അല്ലേ? അപ്പൊ നമ്മൾ പഠിക്കണം. നമ്മൾ ദീൻ പഠിക്കാൻ വേണ്ടി ഓരോ വിഷയങ്ങൾ പഠിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. ഒരുപാട് നമ്മളിങ്ങനെ വിരൽ തൊട്ടാ മതി. നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹിസാബും കൂടുതലായിരിക്കും. പണ്ടുള്ള ആൾക്കാരെ പോലല്ല. നമുക്ക് ഇപ്പൊ അവസരങ്ങൾ കൂടുതലായതുകൊണ്ട് തന്നെ റബ്ബിന്റെ അടുക്കൽ നമുക്ക് ചോദ്യങ്ങളും കൂടുതലായിരിക്കും. അള്ളാഹു കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളും നിങ്ങൾക്ക് അറിവുള്ള എല്ലാ അഖവാത്തുകളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം. ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ ഓരോ സിസ്റ്റേഴ്സിനും മുന്നിൽ വെച്ചിരുന്നതാണ്. നമുക്കറിയാം ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്താലും ഞങ്ങളൊരു ടീം റെഡിയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് മാഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു കാര്യം അക്കാദമി ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഒരു ആഗ്രഹത്തിലാണെന്നറിയാം. നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ അഖവാത്തുകൾ ടീച്ചേഴ്സ് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി. കാരണം ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് മുന്നിൽ നമ്മൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് തരണമെങ്കിൽ ഈ ഗിഫ്റ്റ് റെഡിയാക്കാൻ വേണ്ടി ഇതിന് പിന്നിൽ ഒരു നല്ലൊരു എഫേർട്ട് അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം ഒരു ഒന്നോ രണ്ടോ ആളുകളല്ല, ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഗിഫ്റ്റ് തയ്യാറാക്കുക എന്ന് പറയുമ്പോഴേ നമ്മൾ അതിന് വേണ്ടി നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഈ ഗിഫ്റ്റ് ഒന്ന് ബെനിഫിറ്റ് എടുക്കണം. നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങൾക്ക് അറിയുന്ന അഹ്വാത്തുകളിലേക്ക് പ്രത്യേകിച്ച് നമ്മളെ വീടുകളിൽ ഇരിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ. മാഷാ അല്ലാഹ് ഒരുപാട് ഉമ്മമാർ ഓൾറെഡി നമ്മുടെ അക്കാദമിയിൽ ഉണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷാന്ന് അറിയോ. ഇനിയും ഒരുപാട് ഉമ്മമാരുണ്ട്. വീടുകളിലെ റൂമുകളിലൊക്കെ ഇങ്ങനെ വിഷമിച്ചില്ലേ, എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഒരു പ്രായം അങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മളെ മനസ്സിൽ പല ഗിൽറ്റും പല കുറ്റബോധവും തോന്നുക. പഠിക്കാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ആ സമയമൊക്കെ ഞാൻ കളഞ്ഞു പോയല്ലോ എന്നൊക്കെ ചിന്ത വരുന്ന അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ഉമ്മമാർ നമ്മളെ ചുറ്റും നമ്മൾക്ക് അറിവിലൊക്കെ ഉണ്ട്. അവരുടെ മുന്നിലേക്കൊക്കെ ഗിഫ്റ്റിനെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കണം. കാരണം എല്ലാവർക്കും ഈസി ആയിട്ട് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ പോലും നമ്മൾ അത്രയും ഈസി ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ നൂറുൽ ഹയാത്തിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലും അപ്ഡേറ്റ്സ് ഗ്രൂപ്പുകളിലും നമ്മളൊരു ആപ്ലിക്കേഷൻ കാർഡ് അയക്കും. ആപ്ലിക്കേഷൻ കാർഡ് എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ടതില്ല. ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് കാർഡാണ്. വാട്സ്ആപ്പിൽ നമ്മളിങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്യാനുള്ള ഒരു വാട്സ്ആപ്പ് കാർഡ്. അതിന്റെ ഒരു രൂപം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും അത്യാവശ്യം വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാൻ അറിയുന്ന, ചാറ്റ് ചെയ്യാനൊക്കെ ജസ്റ്റ് മെസ്സേജുകൾ അയക്കാൻ അറിയുന്ന ആർക്കും ആ വാട്സ്ആപ്പ് കാർഡ് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കാർഡിന്റെ രൂപം പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യും? പാറ്റേൺ നമ്മൾ നൂറുൽ ഹയാത്തിന്റെ ഗ്രൂപ്പുകളിൽ നമ്മൾ അയക്കും. അപ്പൊ അത് നിങ്ങൾ കോപ്പി ചെയ്ത്
പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് നമ്മള് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആ കാർഡ് അയക്കേണ്ട നമ്പർ നമ്മൾ അയക്കും. ഇപ്പം ലെവൽ 1 കാർഡാണെങ്കില് ഇന്ന കോർഡിനേറ്റർക്ക് അല്ലെങ്കിൽ ഇന്ന നമ്പറിലേക്കാണ് ലെവൽ 1 അയക്കേണ്ടതെന്ന് പറയും. ലെവൽ 2ന്റെ ആൾക്കാർ ഇന്ന നമ്പറിലേക്ക് അയക്കണം. അങ്ങനെ 3 നമ്പേഴ്സിലേക്ക് നിങ്ങളുടെ 3 ലെവലിലേക്കുള്ള കാർഡുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. വളരെ ഈസിയാണ്. അതായത് കാർഡ് കോപ്പി ചെയ്യുക, പറയപ്പെട്ട നമ്പറിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കാർഡ് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി. ഇതിന്റെ ഒരു ഇൻഷാ അള്ളാ പറ്റുകയാണെങ്കിൽ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ നമ്മൾ അയക്കും. കറക്റ്റ്, വളരെ ഈസിയാണ്. ആ കാർഡ് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി. പിന്നെ ഇൻഷാ അള്ളാ ഒരു വിത്തിൻ 5 ഡേയ്സ് നിങ്ങളെ ഹലക്കയിലേക്ക് നിങ്ങൾ പറയപ്പെട്ട നിങ്ങൾ അപ്ലൈ ചെയ്ത ഏത് ലെവലാണോ ഏത് ഓപ്ഷൻ ആണോ ആ ലെവൽ അല്ലെങ്കിൽ ഓപ്ഷൻ ഹലക്കയിലേക്ക് നിങ്ങളെ മാറ്റും. ഹലക്കയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ മാഷാ അള്ളാ നിങ്ങളെ എല്ലാം റാഹത്തായി. പിന്നെ നിങ്ങൾക്ക് റമദാൻ 1 മുതൽ നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങളെ ഖത്മുൽ ഖുർആനും തസ്ഹീഹു തിലാവയും അതുപോലെ മുഖ്തസർ തജ്വീദ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഈ റമദാൻ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ റമദാനേക്കാളും റാഹത്താക്കാം. അടുത്ത ഇനി വരാനിരിക്കുന്ന റമദാൻ, ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഈ അമലുകൾ കൊണ്ട് തന്നെ വരാനിരിക്കുന്ന റമദാനിൽ നമുക്ക് അതിനേക്കാളും ഈ റമദാനേക്കാളും അടുത്ത റമദാനിൽ ഓരോ റമദാനും നമുക്ക് സ്പെഷ്യൽ ആയിരിക്കണം. നമ്മളെ റബ്ബിലേക്ക് അടുക്കുന്ന ഒരു പടികളായിരിക്കണം ഓരോ റമദാനും. അള്ളാന്റെ ദീൻ പഠിക്കാൻ വേണ്ടി മുന്നേറുന്ന ഓരോ പടികളായിരിക്കണം ഓരോ റമദാനും. അള്ളാഹു അങ്ങനെ തന്നെ ആവാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യാനും അത് നമ്മൾ നമ്മളിന്ന് ന്യൂനതകളൊക്കെ മറിച്ച് അള്ളാഹു സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ജായിസത്തുൽ ഖുർആനെ കുറിച്ച് പറയാനായിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജായിസത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ 3 വ്യത്യസ്ത സെഷൻസ് ഉണ്ടാവും. ഖത്മുൽ ഖുർആൻ 3 ലെവൽസിലായിട്ട് നടക്കുന്ന ഖത്മുൽ ഖുർആൻ ഉണ്ട്. അതുപോലെ 3 ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് നടക്കുന്ന തസ്ഹീഹു തിലാവയുണ്ട്. അതുപോലെ ആഴ്ച 2 ദിവസം മുഖ്തസർ. ഇത് വളരെ ഒരു മാസം ഉള്ളൂട്ടാ. നിങ്ങൾ ചിന്തിക്കണം, നമ്മളെ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു റമദാൻ ഒരു മാസമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. അപ്പൊ ആ ഒരു മാസം നന്നായി നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തി എടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം ഇൻഷാ അള്ളാ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ഈ പറയപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അഖ്വാത്തുകൾക്ക് ലൈവായി തന്നെ ചോദിക്കാം. പറയപ്പെട്ടതിൽ എന്തെങ്കിലും സംശയങ്ങൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം ഇൻഷാ അള്ളാ. ഓക്കെ ഓക്കെ. ഷീബ സംസാരിച്ചോളൂ, ചോദിച്ചോളൂ ഉഖ്തി. എന്താണ് സംശയം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉഖ്തി പറയൂ. ഞാൻ എനിക്ക് സ്ലോ ആയിട്ടേ ഓതാൻ അറിയത്തുള്ളൂ. ഞാൻ തജ്വീദിലുള്ളതാണ്. അപ്പൊ ഓക്കെ 30 ഒരു ഹത്ത ചേരുന്നതല്ലേ അതിന്റെ നല്ലത്? തീർച്ചയായും തീർച്ചയായും ഏറ്റവും ഹൈർ നിങ്ങൾ 30 ദിവസം എടുത്തിട്ട് പറയപ്പെട്ട ദിവസങ്ങളിൽ പറയപ്പെട്ട പേജസ് കവർ ചെയ്ത് ഓതുന്നതായിരിക്കും ഏറ്റവും ഹൈർ ഇൻഷാ അള്ളാഹ്. അപ്പം പ്രത്യേകിച്ച് തജ്വീദ് പഠിക്കുന്ന അഖ്വാത്തുകൾ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് വരുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും സ്ലോ ആയിട്ടുള്ള സെഷൻസ് എടുത്താൽ മതി ഇൻഷാ അള്ളാഹ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ ഉഖ്തി. ഓക്കെ ജസാക്കല്ലാഹു ഖൈർ. ആമീൻ ആമീൻ വയ്യാക്കി ഷിബ ഉഖ്തി. അല്ലാഹുമ്മ ബാരിക്. ഷെരീഫ ഉമർ ഉഖ്തി ചോദിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളെ ഓതുന്നത് വാട്സപ്പിൽ ഓതിയിടേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇല്ല, നിങ്ങൾ ഖത്മുൽ ഖുർആൻ ചെയ്യുമ്പോൾ വാട്സപ്പിൽ ഓതിയിടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓതിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഓതിയിട്ട് നിങ്ങൾ കവർ ചെയ്ത പേജസിന്റെ ഒരു അറ്റൻഡൻസ് കാർഡ്, ഒരു ബിതാഖ ഹുദൂർ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. വോയിസ് ഇടേണ്ട ആവശ്യമില്ല. ഇനി വോയിസ് ഇടണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ വോയിസ് ഇടാം. ഇപ്പൊ വോയിസ് ആയിട്ട് തന്നെ ഒരു ജുസൊക്കെ ഓതിയിടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹലക്കയിൽ അങ്ങനെയും ചെയ്യാം, പ്രശ്നമുള്ളതല്ല. അപ്പൊ പക്ഷെ അതിന്റെ കറക്ഷൻ കിട്ടുമോ അങ്ങനെ ഓതി ഇടുന്നുണ്ടെങ്കിൽ? അത് പ്രയാസമായിരിക്കും ഉഖ്തി. കാരണം ആ എങ്ങനെ 30 പേജസ് ഒക്കെ നമ്മൾ കറക്ഷൻ തരാൻ പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ കറക്ഷൻ തരാൻ പറ്റാത്തൊരു അവസ്ഥ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് 3 ദിവസം തിലാവന്റെ ആ അല്ലാത്ത കറക്ഷൻ. അപ്പൊ പൊതുവെ നിങ്ങളുടെ ഓത്തിലുള്ള മിസ്റ്റേക്സ് എന്തായാലും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഖത്മിന്റെ അവസ്ഥ പറ്റത്തില്ല. പക്ഷെ ആ നമുക്ക് നോക്കാം, നമ്മൾ ചെറിയ ഗ്രാജുവലി അല്ലേ നമ്മൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. പതുക്കെ പതുക്കെ നമ്മൾ ആദ്യം നമ്മൾ ഓത്തിലുള്ള കോമൺ മിസ്റ്റേക്സ് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് റമദാന് ശേഷം എന്തെങ്കിലുമൊക്കെ പഠിക്കണമെങ്കിൽ പഠിക്കാം. അപ്പൊ അങ്ങനെ ആ. നമുക്ക് വളരെ ഗ്രാജുവൽ ആയിട്ട് മുന്നോട്ട് പോവാം ഇൻഷാ അള്ളാ. അപ്പൊ 30 പേജ് എന്നുള്ളത് കൂടിപ്പോയാല് കുഴപ്പമൊന്നുമില്ലല്ലേ? 30 30 പേജാ ഓതേണ്ടത്, ഒരു ദിവസം 30 പേജാ ഓതേണ്ടത് എന്നുള്ളത് അതൊരു കൂടി കൂടി പോകുന്നോണ്ട് പ്രശ്നമില്ല. കുറയാണ്ടിരുന്നാ ആ മതി. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം പറയാണ്ടിരിക്കും. 30 പേജ് കൂടുതൽ ഓതാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ മാഷാ അള്ളാ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഖത്മ് കംപ്ലീറ്റ് ആവുമല്ലോ. കറക്റ്റ് ആ 30 പേജ് കുറയാതെ നോക്കിയാൽ മതി ഇൻഷാ അള്ളാ. ആ ഇൻഷാ അല്ലാ. ഏൽപ്പിക്കപ്പെടുന്ന ഇൻഷാ അള്ളാ ഇൻഷാ നിങ്ങൾക്ക്
ഹലക്കയിലേക്ക് മാറിക്കഴിയുമ്പോൾ കറക്റ്റ് നിങ്ങൾ ഓരോരുത്തരും കാരണം ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ട പേജും അതിന്റെ റൂൾസും കാര്യങ്ങളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് മുന്നോട്ട് പോകും. ഇൻഷാല്ല കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഹലക്കയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ടീച്ചേഴ്സും അമീറമാരും എല്ലാവരും ഉണ്ടാകുമല്ലോ ഇൻഷാല്ല. ഓക്കെ അഖ്തി, അല്ലാഹുമ്മ ബാരിക്, ജസാക്കില്ലാ ഖൈർ. അടുത്ത കുൽസു അഖ്തി സംസാരിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുൽസുമ പറഞ്ഞോളൂ. അൽഹംദുലില്ലാ. എന്താ പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാ. ഞങ്ങൾക്ക് എന്താ പറഞ്ഞ പറയാൻ പറ്റില്ല. അത്രയും നല്ലൊരു ഒരു അവസരമാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾ കൂടെ ഞങ്ങൾക്ക് തന്നത്. അൽഹംദുലില്ലാ. നിങ്ങൾ എന്ത് നിയ്യത്തിലാണോ അത് അള്ളാഹു നാളെ ആഖിറത്തേക്ക് ഞങ്ങൾക്ക് തരുന്നതിനെക്കാട്ടി അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തരുന്നത്. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ മടിയുള്ളവരായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അൽഹംദുലില്ലാ. ഇത് ഇങ്ങനെ ഒരു നെയ്യത്തിലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങനെ ഓതി കൊടുക്കണ്ടേ വേണ്ടെങ്കിലും അൽഹംദുലില്ലാ നല്ല നല്ല ഇത് തോന്നി. അൽഹംദുലില്ലാ. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. നല്ല ഇത് തോന്നി. പിന്നെ അൽഹംദുലില്ലാ എന്ത് തന്നെയാണെങ്കിലും അൽഹംദുലില്ലാ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവരും കുടുംബഴി വീട്ട് ജോലിയുള്ളവരും എല്ലായിരിക്കും. അതിനെയും കാട്ടി പ്രാധാന്യം അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതിൽ അൽഹംദുലില്ലാ ആര് പ്രവർത്തിക്കണോ അതിന് അർഹമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു തആല എന്തായാലും തന്നിരിക്കും. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ജസാക്കില്ലാ ഖൈർ കുൽസുമ. അല്ലാഹുമ്മ ബാരിക്. ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ. ഒരുപാട് സന്തോഷം. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. പിന്നെ ചാറ്റ് ബോക്സിൽ ഒരു സംശയം ചോദിച്ചു, ഇത് മൂന്നും ഒരു ഗ്രൂപ്പിലാണോ എന്ന്. നമ്മളുടെ അതായത് ഖത്മുൽ ഖുർആന്റെ ഹലക്കയും തസ്ഹീഹു തിലാവയൊക്കെ ഏകദേശം ഒരു ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും. പക്ഷേ മുഖത്തസർ തജ്വീദുൽ മുത്തഖദ്ദിം എന്ന് പറയുന്ന ആ ഒരു ഭാഗം കോമൺ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് തസ്കിയന്റെ ലിങ്കുകളൊക്കെ കിട്ടുന്നില്ലേ, തസ്കിയന്റെ ക്ലാസ്സുകളും അതിന്റെ നോട്ട്സും അതിന്റെ റെക്കോർഡിങ്സും ഒക്കെ കിട്ടുന്ന പോലെ തന്നെ നിങ്ങൾ നൂറുൽ ഹയാത്തിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പൊതുവായിട്ടായിരിക്കും മൂന്നാമത്തെ സെഷൻ നടക്കുന്നത്. പിന്നെ ബാക്കി 2 സെഷൻസ് ഗ്രൂപ്പിലായിരിക്കും. അതിൽ എൻറോൾ ചെയ്യുന്നവർക്ക് മാത്രം. അതായത് ഖത്മുൽ ഖുർആനും തസ്ഹീഹു തിലാവയും ഈ പറയപ്പെട്ട രീതിയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹലക്കകളിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അതല്ലാത്തവർ നൂറുൽ ഹയാത്ത് ഗ്രൂപ്പ് നിന്ന് തസ്കിയത്ത് റമദാനിന്ന് ബെനിഫിറ്റ് എടുക്കുക, അതുപോലെ മുഖ്തസർ തജ്വീദ് നിങ്ങൾക്ക് ബെനിഫിറ്റ് എടുക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അടുത്തത് ഷിസ സൈനബ് അഖ്തി ചോദിച്ചോളൂ. ഷിസ സൈനബ് ചോദിച്ചോളൂ അഖ്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വഅലൈക്കും അസ്സലാം. ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് വോളിമ ജോയിൻ ആയിട്ടുള്ളത്. മോൾക്ക് 9 വയസ്സാണ്. അതിൽ ജോയിൻ ആകുന്നതിൽ കുഴപ്പമുണ്ടോ ഓതുന്നതില് ഖത്തം? ഓക്കെ, 9 വയസ്സുള്ള മകൾക്ക് മോള് ഖത്മൊക്കെ ചെയ്യുന്ന മോളാണെങ്കിൽ ഒരിക്കലും പ്രശ്നമില്ല കേട്ടാ. ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് അവരെ ഖത്മൊക്കെ ചെയ്ത് പരിചയം 9 വയസ്സിലൊക്കെ കഴിഞ്ഞ റമദാനിലൊക്കെ ഓതി ശീലമുള്ള കുട്ടികളാണെങ്കിൽ, ഇത്രയും പേജസ് ഒക്കെ ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റുന്ന മക്കളാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കും ജോയിൻ ചെയ്യും. നല്ല കുട്ടികൾക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആകും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഞാൻ ഷിസാഖ്തി വോളിമ ഹാത്തം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല മോള്. പക്ഷെ ഓതാൻ അൽഹംദുലില്ലാ നല്ല താല്പര്യമാണ്. അപ്പോ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവുമ്പോ അങ്ങനെ ഓതിക്കോളുമല്ലോ. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ മോളുടെ ഒരു താല്പര്യം തന്നെയാണ് ജോയിൻ ആയത്. അപ്പൊ ആ ഒരു ഏജിൽ ഉള്ള കുട്ടികൾ ജോയിൻ ആകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കായിരുന്നു. ഇല്ല അഖ്തി, അൽഹംദുലില്ലാ. സൗണ്ടിങ് ഓക്കെ. അപ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ല മാഷാഅല്ലാ. അവരെ ആഡ് ആക്കി നോക്കൂ. മക്കൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന നമുക്ക് നോക്കാം. എന്തായാലും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കാരണം എങ്ങനെ പോയാലും ഏറ്റവും കുറഞ്ഞത് 1 ഖത്തമാണ്. 1 ഖത്തമിന്റെ 30 ഡേയ്സിൽ കയറിയാലും 25 പേജസ് ഒരു ദിവസം, ഏറ്റവും കുറഞ്ഞത് 25 പേജസിന്റെ ഒരു ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒരു ദിവസം 25 പേജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ജുസുവിൽ പുറത്തു പോയി. അപ്പം അത്രയും മോൾക്ക് കവർ ചെയ്യാൻ 25 എന്നുള്ളത് നമുക്ക് 5 പേജ് ആക്കാം. 5 നേരമായിട്ട് 5 പേജസ് ആക്കിയാലും പറ്റുന്ന മക്കൾക്കാണെങ്കിൽ അവർ ചെയ്യട്ടെ. ഇനി അഥവാ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇൻഷാല്ലാ ആ ഒരു ഫോളോ അപ്പ് സെഷൻസ് കിട്ടുന്നത് ഖൈർ തന്നെയായിരിക്കും. ഇൻഷാല്ലാ അവർക്കൊരു നിസ്ഫ് ഖത്മയിലും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. ഇൻഷാല്ലാ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. എന്തായാലും വലിയ പ്രയാസമില്ലല്ലോ. ആപ്ലിക്കേഷൻ കൊടുത്ത് ജോയിൻ ചെയ്തോളൂ ട്ടാ. ഇൻഷാല്ലാ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത മാജിദ അഖ്തി സംസാരിച്ചോളൂ. അസ്സലാമു അലൈക്കും. നമുക്ക് ഈ പറഞ്ഞ പേജിൽ നിന്ന് കൂടുതൽ കവർ ചെയ്ത് ഓതാമോ? പീരീഡ്സ് ആവുമ്പോഴേ നമുക്ക് ഇത്രയും ഡേറ്റ് കിട്ടില്ലല്ലോ. അതിനാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 20 ഡേയ്സ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ 20 ഡേയ്സ് കൊണ്ട് ഓതുന്ന ആളുകൾക്ക് ഈ ഒരു സംഭവത്തെ കവർ ചെയ്തിട്ടാണെങ്കിൽ അവർക്ക് ഖത്മ ചെയ്യാൻ പറ്റും. ഇനി അഥവാ 30 ഡേയ്സ് എടുത്തിരിക്കുന്ന സിസ്റ്റേഴ്സിനാണെങ്കിലും ഈ പറയപ്പെട്ടതിൽ കൂടുതൽ ഓതുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നമ്മൾ പറഞ്ഞ പേജസിൽ കൂടുതൽ നിങ്ങൾക്ക് എങ്ങനെ ഓതാം.
പക്ഷെ കുറയാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മജിദ ഉഖ്തിക്ക് ഒരു ദിവസം 30 പേജ് കൂടുതൽ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓതിയിട്ട് ഇപ്പൊ നേരത്തെ എന്തെങ്കിലും ഒരു ഉദ്ർ വന്നാൽ ഒരു എക്സ്ക്യൂസ് എപ്പോഴെങ്കിലും എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. അപ്പൊ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ ഇന്ന ദിവസം നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ആ ദിവസം എനിക്ക് ഖുർആൻ ഓതാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്, നമ്മൾ നേരിട്ട് മുൻകൂട്ടി കാണുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ തലേ ദിവസം പിറ്റേ ദിവസത്തെ കൂടി വേണമെങ്കിൽ ഓതി വെക്കാം. അല്ലെങ്കിൽ ഇപ്പൊ പീരീഡ്സ് കാണുന്നവർ അങ്ങനെയാണെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഡേറ്റ് അങ്ങനെ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ചെയ്യാൻ പ്രശ്നമില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഖത്മ ചെയ്യണം എന്നേ ഉള്ളൂ. ഇൻഷാല്ലാ കറക്റ്റ് നമ്മൾ പറയപ്പെട്ടതുപോലെ ഓരോ ലെവൽസിലും ഖത്മ ചെയ്യുന്നവർക്ക് പ്രോഗ്രാമിന്റെ അവസാനത്തിൽ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ ഖത്മുൽ ഖുർആൻ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അത് വേറെ ഒന്നിനും വേണ്ടി, അതിനുവേണ്ടി നിങ്ങൾ ആരും പരിശ്രമിക്കുക അങ്ങനെയല്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ അക്കാദമി ഒരു ഷഹാദ ഒരു ഹദിയ പോലെ നമ്മൾ നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മാഷാല്ലാ അള്ളാന്റെ തൃപ്തി ഉദ്ദേശിച്ച് നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിന് നമ്മൾ സന്തോഷത്തോടെ നൽകുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ അതിനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, വലിയ സംഭവമൊന്നും ഇല്ല അത്. അപ്പോ ഇൻഷാ അള്ളാഹ് നന്നായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ഖത്മ് വളരെ നല്ല രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ചെയ്യാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ബാരിക്. മജിദ അഖ്തി. അടുത്ത സലീന അഖ്തി ചോദിച്ചോളൂ. സലീനത്ത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അതെ, എനിക്ക് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇവിടെ നൂറുൽ അക്കാഡമിയിൽ തന്നെ നമുക്ക് തജ്വീദിന്റെ ഒരു അഡ്വാൻസ്ഡ് ലെവല് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? ഉണ്ടല്ലോ അഖ്തി സലീന അഖ്തി. നമുക്ക് ആ, അക്കാദമിയിൽ തന്നെ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ലെവൽ, അഡ്വാൻസ് ലെവലൊക്കെ, ബേസിക് ലെവൽ, അങ്ങനെ 3 ലെവൽസിലായിട്ട് നമ്മൾ തജ്വീദ് പഠിപ്പിക്കുന്നത്. പക്ഷെ നിലവിൽ റമദാൻ അനുബന്ധിച്ച് നമ്മൾ എല്ലാ സെഷൻസും അഡ്മിഷൻസ് ഒക്കെ ക്ലോസ്ഡ് ആണ്. ആഫ്റ്റർ റമദാൻ നമ്മളുടെ 10th ബാച്ചിന്റെ ഇന്റർമീഡിയറ്റ് ലെവൽ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ജസ്റ്റ് ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാ കവർ ചെയ്യുന്നത്? അത് ഏത് മുതൽ ഏത് വരെ എന്ന് പറയാൻ മതി, എന്തൊക്കെയാണ്? ഏകദേശം ഒരു 12 മന്ത്സ് നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. നമ്മളെ സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ലെവൽ ഖായിദ നൂറാനി അതൊരു 3 or 4 ആ, മന്ത്സ് വരും. സെക്കൻഡ് ലെവൽ ഓക്കെ. കോഴ്സ് അത്യാവശ്യം ഒരു ലെങ്ത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. 12 മന്ത്സ് ഒക്കെ നീണ്ടു നിൽക്കാനുള്ള ഒരു കോഴ്സാണ്. അതിനകത്ത് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യുന്നുണ്ട്. ഒരു 3 മൊഡ്യൂളായിട്ട് മഖാരിജ്, സിഫാത്തുകൾ, അഹ്കാമുകളിൽപ്പെട്ട ഏകദേശം ഒരു 3/4% ഹുക്മുകളും കവർ ചെയ്യുന്നുണ്ട്. ഈ അത്യാവശ്യം ഒരു മഖാരിജും അഡ്വാൻസ് സിഫാത്തും ലെവൽ കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ ഏതാണ്? അടുത്ത ലെവലിലാണോ അത് വരുന്നത്? മഖാരിജ്, സിഫാത്ത് മഖാരിജ് കഴിഞ്ഞിട്ടുള്ള സിഫാത്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു മൊഡ്യൂളാണ്. അതിന് അഹ്കാമു തജ്വീദ് എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഏകദേശം മുദൂദുകള്, റായിന്റെ ചാപ്റ്റേഴ്സ്, അങ്ങനെ ഏകദേശം ഒരു 15ഓളം ചാപ്റ്റേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. കറക്റ്റ് സിലബസ് ഇൻഷാല്ലാ നമ്മളെ അക്കാദമി പാനലായിട്ട് കോൺടാക്ട് ചെയ്താൽ സിലബസിനെ കുറിച്ച് അവർ കുറച്ചുകൂടി ഒരു ഐഡിയ തരും കേട്ടോ. ഇൻഷാല്ലാ അത് കുറച്ചധികം ഇതില് നൂറുൽ അക്കാഡമി എന്ന് പറഞ്ഞാൽ അതിലെ അഡ്മിനില് ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പൊ ഏതെങ്കിലും അപ്ഡേറ്റ്സ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നൂറുൽ ഹയാത്തിന്റെ ഗ്രൂപ്പിലോ എവിടെയെങ്കിലും അഡ്മിൻ ആയി കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മെസ്സേജ് ഓക്കെ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഇൻഷാ ഡീറ്റെയിൽ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈർ. അമീൻ. അല്ലാഹുമ്മ അമീൻ വയക്കർത്തി. അല്ലാഹുമ്മ ബാരിക്. അടുത്ത ഖദീജ അഖ്തി ചോദിച്ചോളൂ. ജായിസത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ അർത്ഥം എന്താണ്? ജായിസത്തുൽ ഖുർആൻ. ജായിസ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്നാണ്, സമ്മാനം എന്നാണ്. അപ്പൊ ഖുർആന്റെ ഒരു സമ്മാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ജായിസത്തുൽ ഖുർആൻ എന്ന് കൊടുത്തത്. ഓക്കെ, ഓക്കെ, മനസ്സിലായോ അഖ്തി? ജസാക്കില്ലാഹ്. അമീൻ അമീൻ വയക്കി അഖ്തി. അല്ലാഹുമ്മ ബാരിക്. ഓക്കെ അഖ്തിമാരെ, അപ്പൊ അൽഹംദുലില്ലാ സംശയമുള്ളവരൊക്കെ ചോദിച്ചെന്ന് വിചാരിക്കുന്നു. ഇപ്പം ചാറ്റ് ബോക്സിൽ വലിയ സംശയങ്ങളൊന്നും കാണുന്നില്ല അൽഹംദുലില്ലാ. അപ്പം റിൻഷ അഖ്തി ചോദിച്ചോളൂ. അഖ്തി റിൻഷ ചോദിച്ചോളൂ. വീണ്ടും ഒരുപാട് അതില്ല ഒരു പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സൗണ്ട് അസ്സലാം. പിന്നെ രണ്ട് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റത്തിലും രണ്ടാമത്തിലും ഒരാൾക്ക് തന്നെ? ലാസ്റ്റത്തേലും രണ്ടാമത്തേലും മാത്രം, ആദ്യത്തേത് വേണ്ടാന്നാണോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അത് ഒരു റമദാൻ 2 ഖത്തമ് ഫുള്ളാക്കുക, പിന്നെ മൂന്നാമത്തതുണ്ടല്ലോ, എന്താ തെറ്റുകൾ തിരുത്തി തരുന്ന ഒരു എല്ലാത്തിലും, അതായത് വേഴ്സ് ഇല്ലേ? റിൻഷ ഉഖ്തി അപ്ലൈ ചെയ്യുമ്പം ഇത് രണ്ടിലേക്ക് ഒരുമിച്ചായിരിക്കും ആഡ് ആവുന്നത്. അതായത് ഖത്മുൽ ഖുർആന്റെ അതേ ഹലഖയിൽ തന്നെ തസ്ഹീഹ് തിലാവ നടക്കുന്നത്. ചിലപ്പോൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. പക്ഷെ എന്തായാലും ഇത് രണ്ടും കൂടെ കോംബോ, ഇത് മൂന്നും ഒരു കോംബോ ആണ്. അതായത് മൂന്നും ഒരുമിച്ചാണ് വരുന്നത്. അപ്പം എങ്ങനെ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഇത് മൂന്നും കിട്ടും. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് തസ്ഹീഹ് തിലാവ വേണ്ട അല്ലെങ്കിൽ ഖത്മുൽ ഖുർആൻ വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ്, ആ ഒരു സെഷനിലേക്ക് നിങ്ങൾ കയറാതിരുന്നാൽ മതി. കാരണം ഇത് കംപ്ലീറ്റ് ഒരു ഫ്രീ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടേക്കും കയറാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്ന് ബെനിഫിറ്റ് എടുക്കാം. പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻ ഇവിടെ നമ്മൾ വെക്കുന്നില്ല. ആർക്കും കയറി പഠിക്കാനും ഓതാനും ഒക്കെ പറ്റുന്ന ഒരു മജ്‌ലിസ് ആക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് പ്രോസസ്സുകൾ ഉണ്ട്. ഇപ്പൊ എല്ലാവരും കൂടെ കയറ്റാൻ നമുക്ക് പറ്റൂല. ആപ്ലിക്കേഷൻ നന്നായിട്ട് അയക്കുന്ന ആളുകളെ നോക്കി നമ്മൾ ഒരു ഓർഡർ അനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കയറ്റി വിടത്തുള്ളൂ ഇൻഷാല്ലാ ട്ടോ. അപ്പൊ റിൻഷത്തൊക്കെ രണ്ടും കിട്ടും. ജസാക്കല്ലാഹു ഖൈർ. മൂന്നും കിട്ടും ഇൻഷാല്ലാ. ഓക്കെ, അപ്ലൈ ഈ പറയപ്പെട്ട പോലെ അപ്ലൈ ചെയ്തോളൂ ട്ടോ. ഓക്കെ അല്ലാഹുമ്മ ബാരിക്. ജസാക്കില്ലാ ഖൈർ.
അൽഹംദുലില്ലാ. അടുത്ത ആയിഷത്ത് ഷബ്ന മുഖ്തി ചോദിച്ചോളൂ. ആയിഷ ഷബ്ന മുഖ്തി ചോദിച്ചോളൂ. ഓക്കെ, സാഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ചോദിച്ചോളൂ. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. ഇത് മുഖ്തി പറ. ഈ മുഖ്തസിറുൽ തജ്വീദ് എന്ന് പറഞ്ഞിട്ട് ആ കോഴ്സ് അതെങ്ങനെയാ എന്റെ? ഞാനിപ്പോ ജോയിൻ ആയതേ ഉള്ളൂ ട്ടോ. അപ്പൊ കുറച്ച് കേട്ടിട്ടുള്ളൂ, അതാ ചോദിക്കണേ. ഓക്കെ, മുഫ്തി സാരമില്ല. റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ അതിന്റെ ലിങ്ക് ആയിക്കോട്ടെ. കുറച്ചുകൂടെ, കാരണം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന പോർഷൻസ് ആയതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. മുഖ്തസർ തജ്വീദ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷൻ എഴുതിയിരിക്കുന്നില്ല. ആഴ്ച 2 ദിവസം എന്നോണം ഒരു 8 ദിവസം, ഒരു 8 ഡേയ്സിന്റെ ഒരു തജ്വീദ്, അഡ്വാൻസ്ഡ് തജ്വീദിന്റെ ഒരു വർക്ക്ഷോപ്പ് നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെ നമ്മൾ തജ്വീദ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് എങ്ങനെ നമ്മളെ പ്രാക്ടിക്കലി നമ്മളെ റെസിറ്റേഷനിൽ അപ്ലൈ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരു സെഷൻ. വളരെ സിമ്പിൾ ആയിട്ട്, എന്നാൽ വളരെ മുഖ്തസറായിട്ട്, സമ്മറൈസ്ഡ് ആക്കിയിട്ട്, എന്നാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് ആയിരിക്കും അതിൽ കൂടുതൽ പറയുന്നത്. കൂടുതൽ സിഫാത്തുകളും നമുക്ക് അറിയാത്ത കുറച്ച് പോർഷൻസ് എങ്ങനെ നമ്മൾ അതിനെ പ്രാക്ടിക്കലി കൊണ്ടുവരാം എന്നാണ് അതിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. കോമൺ സെഷൻസ് ആയിരിക്കും. പറഞ്ഞോളൂ. അതില് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹിഫ്ള് കോഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുഖ്തസർ തജ്വീദ് നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ, പ്രാക്ടിക്കലി നിങ്ങളുടെ ഓത്തിൽ അതുകൊണ്ടൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇൻഷാ അല്ലാഹ് പ്രശ്നമില്ല. നമ്മൾ തീർച്ചയായിട്ടും മുഖ്തസർ തജ്വീദ് കോമൺ സെഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ നൂറുൽ ഹയാത്തിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലും അപ്ഡേറ്റ്സ് ഗ്രൂപ്പുകളിലും ഒക്കെ നിങ്ങൾക്ക് അത് ലഭിക്കും. അതിന്റെ ലിങ്കും റെക്കോർഡിങ്സും ഒക്കെ ലഭിക്കും. നിലവിൽ തസ്കിയ എടുക്കുന്ന അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. റഹീനത്തെ ചോദിച്ചോളൂ. റഹീന ഉഖ്തി ചോദിച്ചോളൂ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദിച്ചോളൂ. മോളെ, ഇത് ആപ്ലിക്കേഷൻ ഫോം ഇതിൽ തന്നെ വരിക ചെയ്യാ? ഞാൻ ലേറ്റ് ആയി പോയി കയറാൻ. അറിയില്ല. റഹീന്റെ റെക്കോർഡിംഗ് കേൾക്കാട്ടോ, കുറച്ചുകൂടെ എന്താ സംഭവം എന്ന് മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ ഫോം ഇപ്പൊ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ആ ഒരു കാർഡ് രൂപത്തിൽ വാട്സപ്പിൽ വരും. അത് എങ്ങനെ നിങ്ങൾ കോപ്പി ചെയ്യണം, എങ്ങനെ പേസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് വഴി നിങ്ങളെ കാണിച്ചു തരും കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഗ്രൂപ്പിൽ വരും ഇൻഷാ അല്ലാഹ്. ആർക്കും ചെയ്യാൻ പറ്റുമോ? ആർക്കും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അത്യാവശ്യം ഫോണിൽ മെസ്സേജ് അയക്കാൻ അറിയുന്ന ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റും. ഇനി അഥവാ എന്തെങ്കിലും പ്രയാസം അതുകൊണ്ടാണ് മോളെ ചോദിക്കുന്നത്. ഒരു പ്രയാസമില്ല. റഹീൻക്ക് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ അക്കാദമിയിലുള്ള ഏതെങ്കിലും അഡ്മിൻസിനെ കോൺടാക്ട് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ. നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ടീം തന്നെ ഉണ്ട്. അവരെ കോൺടാക്ട്. അമീൻ അമീൻ വയ്യക്ക് റഹീനത്ത. സബൂറത്ത് ചോദിച്ചോളൂ. സബൂറ അഖ്തി ചോദിച്ചോളൂ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഖതമുൽ ഖുർആൻ ഒരു തവണ ഓതുന്ന ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. തജ്വീദിന്റെ നിയമങ്ങളൊന്നും അങ്ങനെ ക്ലിയറായിട്ടൊന്നും അറിഞ്ഞൂടാ. അപ്പൊ ഈ രണ്ടാമത്തതും ഈ ആദ്യത്തെ ഖതമുൽ ഖുർആനിൽ ചേർന്നാല് തജ്വീദിന്റെതും ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ചേർന്നാലും പ്രശ്നമില്ല. സബൂറത്ത് ഖത്മുൽ ഖുർആന്റെ ലെവൽ 1 ലെവൽ 2. ലെവൽ 1 ആണ് സബൂറത്തേക്ക് നല്ലത്. അപ്പൊ ലെവൽ 1 കയറിയാൽ അതിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ ഞാൻ പറയില്ല, ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തസ്ഹീഹു തിലാവ എല്ലാം കിട്ടും. ഒന്നും വേണ്ട, നിങ്ങൾ അക്കാദമിയിൽ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാത്തിന്റെ കാര്യങ്ങൾ അറിയാനൊക്കെ പറ്റൂ കേട്ടോ. ഒന്നുകൊണ്ട് വിഷമിക്കണം. അപ്ലൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അഡ്മിൻസിനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ. അമീൻ അമീൻ വയ്യാക്കി ഉഖ്തി. ആയിഷ ഉഖ്തി ചോദിച്ചോളൂ. ആയിഷ ഷബ്ന ചോദിച്ചോളൂ. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. ഇത് കുട്ടികൾക്കുള്ള കോഴ്സായിട്ട് എന്താ ഉള്ളത്? ആൺകുട്ടികൾക്ക്. എന്റെ മോന് 9 വയസ്സായി. അപ്പൊ ഖിറാഅത്തിന്റെ അങ്ങനെ എന്തെങ്കിലും? കുട്ടികൾക്കായിട്ട് അക്കാദമിയിൽ ഇപ്പൊ നിലവിൽ നമ്മളൊരു മദ്രസ ആഫ്റ്റർ റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മദ്രസ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ചെറിയ പെട്ടെന്ന് തന്നെ മദ്രസ നമുക്ക് എല്ലാ ഏജസിനും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അഡ്മിഷൻസ്. നമ്മൾ ഫസ്റ്റ് മദ്രസ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഒരു 4 മുതൽ 3, 4, 4, 5, 6 വയസ്സ്, 4 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിരിക്കും മദ്രസ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തടുത്ത് ഓരോരോ വർഷങ്ങളിൽ അതിന്റെ ക്ലാസ്സസിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതാണ് നമുക്ക് നിലവിൽ അക്കാദമിയിൽ കുട്ടികൾക്കായിട്ട് പൊതുവെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ കയറാൻ പറ്റുന്ന ഒരു കോഴ്സ്. പിന്നെ ഒരു 10 വയസ്സിന് മേലെയുള്ള ആൺകുട്ടികൾക്ക് ഇന്റർമീഡിയറ്റ് ലെവൽ, അതായത് ഇന്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ലെവൽ തജ്വീദ് കോഴ്സ് ഉണ്ട്. തജ്വീദിന്റെ കോഴ്സ് ഉണ്ട്, ഹിഫ്ള് കോഴ്സും ഉണ്ട്. അതിന് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മെൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. 10 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അങ്ങോട്ടേക്കായിരിക്കും നമ്മൾ ഡയറക്റ്റ്. ഇപ്പൊ നിലവിൽ 8 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, 9 ആയിട്ടില്ല. അപ്പൊ അങ്ങനെ
അപ്പൊ 8 ഞാന് വയസ്സ് തജ്വീദിന്റെ ഇതിലുണ്ട്. അപ്പൊ ഷാഹിന മാം എനിക്ക് പറഞ്ഞ പോലെ തോന്നി അങ്ങനെ 7 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ഉണ്ടെന്ന്. അപ്പൊ അതൊരു എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ. 7 വയസ്സിന് മേലെ 8 വയസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മെൻസ് ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്യും. ഇപ്പൊ നിലവിൽ മെൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ തജ്വീദ് അഡ്മിഷൻസ് നടന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ വേണമെങ്കിൽ അഡ്മിഷൻ കിട്ടും. അല്ല, കാരണം ഖായിദ നൂറാനിയ ചെയ്യാലേ? ഖായിദ ഖായിദ നൂറാനിയും നൂറാനിയ ചെയ്യും. ഖായിദ നൂറാനിയും അതായത് ലേഡീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഏതൊരു കോഴ്സിലും ആൺകുട്ടികൾക്ക് 10 വയസ്സ് വരെ നമുക്ക് അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ. 10 വയസ്സും അതിന് താഴെയും. അപ്പൊ മോനിക്ക് നിലവില് അല്ല, ലേഡീസ് ഡിപ്പാർട്ട്മെന്റ് ഇന്റർമീഡിയറ്റ് ഖായിദ നൂറാനിയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഇൻഷാ അള്ളാ. ഖായിദ നൂറാനിയ നല്ലൊരു ഓപ്ഷനാണ്. ബിഗിനിങ് ആണ്. നല്ല നല്ല കോഴ്സ് തന്നെയായിരിക്കും ഇൻഷാ അള്ളാ. മാർച്ച് 1 മുതൽ ഖായിദ നൂറാനിയ സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അള്ളാ. ഉഖ്തി ആവശ്യമെങ്കിൽ അപ്ലൈ ചെയ്തോളൂ കേട്ടാ. ഓക്കെ ഉഖ്തി, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. മ്യൂട്ട് കേൾക്കുന്നില്ല സൗണ്ട്. അൽഹംദുലില്ലാ. അപ്പം ഏകദേശം എല്ലാവരുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷം ഉഖ്തിമാരെ. നിങ്ങൾ ഓരോരുത്തരുടെയും സംശയങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഇതിനോടുള്ള ആഗ്രഹങ്ങൾ അറിയുമ്പോഴുമാണ് നമുക്ക് കുറച്ചും കൂടി അൽഹംദുലില്ലാ എത്ര എഫേർട്ട് എടുത്താലും എത്ര റിസ്ക് എടുത്താലും നമുക്കിത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കണം എന്നൊരു തോന്നലുണ്ടാകുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാന്റെ മാർഗത്തിൽ പരസ്പരം സഹായിക്കാൻ, പരസ്പരം എല്ലാ തരത്തിലും കൂടെ നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ദുനിയാവിൽ വേണ്ട ബന്ധങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ നാളെ ആഖിറത്തിൽ തിരിച്ചറിയപ്പെടുന്ന ബന്ധങ്ങളും ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി നമുക്ക് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു മജ്‌ലിസ് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ നൂറുൽ ഹയാത്ത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ അക്കാദമിയുടെ ലോഗോ കാണുന്ന ഏതെങ്കിലും ഒരു അഡ്മിൻസിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അവർ കൃത്യമായി നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഗൈഡൻസ് കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. അതുപോലെ കറക്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഗ്രൂപ്പുകളിൽ അറിയിക്കുന്നതായിരിക്കും. കറക്റ്റ് നിങ്ങൾ ഗ്രൂപ്പ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇരിക്കുക കേട്ടോ ഇൻഷാ അല്ലാഹ്. അതുപോലെ തസ്കിയത്ത് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. നോട്ട്സ് ഒക്കെ നല്ലപോലെ എഴുതിയെടുത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചും കൊടുക്കണം. നമ്മളെ ചുറ്റുമുള്ള നമ്മളെ മക്കൾക്കും നമ്മളെ അയൽവാസികൾക്കും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. പലതും പലർക്കും അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു തബ്ലീഗ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. റബ്ബ് നമുക്ക് എളുപ്പമാക്കി തരട്ടെ. സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.